നമ്മുടെ നോമ്പ്, വരാനിരിക്കുന്ന നോമ്പ്, അത് നമുക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിർബന്ധമായ നോമ്പ് കുറ്റമറ്റതായ രൂപത്തിൽ സ്വീകാര്യമായ ഒരു അമലായി നമുക്ക് നോക്കാൻ സാധിക്കണം. എവിടെയെല്ലാമാണ് അതിന്റെ ഫാൾട്ടുകൾ ഉള്ളത് എന്ന് മുൻകൂട്ടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുക. നോമ്പ് നോക്കിയിട്ട് കുറെ കഴിഞ്ഞിട്ട് ഈ കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. ആളുകൾ കുറവാണെങ്കിലും കമ്മിറ്റി റമദാൻ മുന്നൊരുക്കം എന്ന ക്ലാസ് വളരെ നേരത്തെ തന്നെ സംഘടിപ്പിച്ചത് അത് സന്ദർഭോചിതമായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ആളുകൾ ഇല്ലെങ്കിലും പ്രശ്നമല്ല എന്ന് ഉസ്താദ് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിനൊന്നും പോയില്ലെങ്കിൽ സാരമില്ല, മുമ്പ് പറഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് കുറെ ആള് പോയി എന്നാ തോന്നുന്നത്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, നാം അനുഷ്ഠിക്കാൻ പോകുന്ന നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പായി മാറണം. അപ്പൊ ആ നോമ്പ് റമളാനിലെ 30 നോമ്പ് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ സുന്നത്തായ നോമ്പുകൾ ഞാൻ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്നൊരു മനുഷ്യൻ നേർച്ച കരുതിയാൽ ആ നോമ്പ് നിർബന്ധമാണ്. അപ്പൊ നേർച്ച നോമ്പും റമദാൻ മാസത്തിലെ നോമ്പും ഇതൊക്കെ ഖളാ വീട്ടാനുള്ള നോമ്പ്, ഈ നോമ്പുകളെല്ലാം ഫർളായ നോമ്പുകളാണ്. അതല്ലാത്ത ഒരുപാട് നോമ്പുകളുണ്ട്. ആ നോമ്പുകളെല്ലാം സുന്നത്തായ നോമ്പുകളാണ്. നോമ്പ് നിർബന്ധമാണ് എന്നതിനിക്ക് പരിശുദ്ധമായ ഖുർആനികപരമായിട്ടുള്ള തെളിവ് ഞാൻ ഇന്നലെ ഓടിയ ഇന്നും നിങ്ങളെ കേൾപ്പിച്ച ആയത്തിൽ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്ന ആയത്തിൽ പറഞ്ഞു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതാണ് നോമ്പ് നിർബന്ധം. ആ റമളാനിൽ ഒരാൾ ഉണ്ടെങ്കിൽ അവനിക്ക് നോമ്പ് നിർബന്ധമായി, നോമ്പ് നോക്കൽ നിർബന്ധമായി. ഇനി ആ നോമ്പ് നിർബന്ധമല്ലാത്ത വിഭാഗത്തെ വേറെ തന്നെ പറയുന്നുണ്ട്, ഫമാ കാന മിൻകും മരീളാ ഔ അലാ സഫരിൻ فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين. ഇവിടെ പറഞ്ഞത് രോഗികൾ നോമ്പ് നോക്കേണ്ടതില്ല, യാത്രക്കാര് നോമ്പ് നോക്കേണ്ടതില്ല, വയസ്സന്മാരും നോമ്പ് നോക്കേണ്ടതില്ല. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. എന്നാ പിന്നെ ഒരു തലവേദന ഉള്ള ആള് രോഗിയല്ലേ, ഒരു ചെങ്കണ്ണ് ബാധിച്ചവർ രോഗമല്ലേ? രോഗികൾ നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ 7 തരത്തിലുള്ള രോഗികളാണ് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. യാത്രക്കാര് നോമ്പ് നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ 7 രൂപത്തിലുള്ള യാത്രക്കാരാണ്. വയസ്സന്മാർക്ക് നോമ്പ് നിർബന്ധമല്ല എന്ന് പറയുമ്പോ ഇന്നിപ്പോ വയസ്സന്മാരില്ല, വയസ്സന്മാര് വളരെ കുറവാണ്. ഇപ്പോഴൊക്കെ ചെറുപ്പക്കാരായ വയസ്സന്മാരാണ്, ചെറുപ്പക്കാരായ വയസ്സന്മാരാണ്. എവിടെ നോക്കിയാലും ചെറുപ്പക്കാരായ വയസ്സന്മാരെ കുറെ കാണും അല്ലെ? കാരണം നമ്മള് വയസ്സ് എന്ന് പറയുന്നത് ചിലപ്പോ പിന്നെ താടിയും മീശയും ഒക്കെ കണ്ട വയസ്സ് എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ കണ്ണിന്റെ കാഴ്ചയിലോ അല്ലെങ്കിൽ മുഖത്ത് തൊലിയൊക്കെ ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ സംസാരം കേൾക്കുമ്പോ ആ ഇയാൾക്ക് വയസ്സുണ്ടല്ലോ എന്ന് തോന്നിപ്പോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം, ചെറുപ്പക്കാരായ വയസ്സന്മാര്. വയസ്സന്മാരെന്ന് ഒറ്റടിക്ക് പറയാൻ പേടിയാണ്. എന്നാലും ഈ വയസ്സന്മാർക്ക് നോമ്പ് നിർബന്ധമാണ്. പ്രായമുള്ള ആളുകൾക്ക് നോമ്പ് നോക്കാൻ കഴിയാതെ വരുമ്പോ ഒരു നോമ്പിനു പകരം അല്ലെങ്കിൽ രോഗികളുടെ നോമ്പിനു പകരം ഒരു പിന്നെ മുദ്ദു ഭക്ഷണം, ഒരു 4 മുദ്ദു ഭക്ഷണം എന്താണ് അതിന്റെ ഫിദിയയായി പകരം കൊടുത്താൽ 800 മില്ലി ഭക്ഷണം, അരി ഭക്ഷണം കൊടുത്താൽ അത് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നമ്മൾ പഠനത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നോമ്പ് നിർബന്ധമാകണമെങ്കിൽ റമളാൻ മാസം പിറക്കണം. മാസം പിറക്കാന്ന് പറഞ്ഞാലോ, സാധാരണ മാസം കാണലോ നിലാവ് കാണലോ? എല്ലാരും ചോദിക്കലും മാസം കണ്ടോ മാസം കണ്ടോന്നാ. മാസം കാണലില്ല, എന്റെ കാണല് നിലാവ് കാണലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നഹു ഖാല സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ റഅയ്തുമൂഹു ഫസൂമൂ
വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറൂ ഫഇൻ ഗുമ്മ അലൈക്കും ഫഖദ്ദിറൂ ലഹു. അബീ ഹുറൈറയുടെ മറ്റൊരു ഹദീസിൽ ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. ഈ ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ നിലാവ് കണ്ടാൽ നോമ്പ് നോക്കണം. നിലാവ് കാണുകയും മാസപ്പിറവി ഉറപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ നോമ്പ് നോക്കണം. അതുപോലെ റമളാനിന്റെ അവസാനം നിങ്ങൾ ചന്ദ്രക്കല കാണുകയും ശവ്വാലിന്റെ പിറവി ദർശിക്കുകയും ചെയ്താൽ ഫഅഫ്തിറൂ, നോമ്പ് മുറിക്കണേ. ഇനി ആകാശം മേഘാവൃതമായി കൊണ്ട്, ഇനി മഴക്കാലാണ് വരുന്നത്. മഴ കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമാണ്. അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ മഴ നമുക്ക് ധാരാളം വർഷിപ്പിച്ചു തരുമാറാവട്ടെ. ഇനി റമളാനിലെ നോമ്പ് 14 മണിക്കൂറോളം ഉണ്ടെങ്കിലും മഴക്കാലം വരുന്നത് കൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. അപ്പൊ ആ മഴക്കാലം കാരണം ആകാശം മേഘാവൃതമായിട്ട് വല്ല അവസരങ്ങളിലും നിങ്ങൾക്ക് മാസപ്പിറവി ദർശിക്കാൻ, ചന്ദ്രനെ കാണാതിരുന്നാൽ എന്ത് വേണം? ശഅബാൻ 30 പൂർത്തിയാക്കുകയും നോമ്പനുഷ്ഠിക്കുകയും വേണം എന്ന ഹദീസാണ് ഇമാം ബുഖാരി കിതാബു സൗം എന്ന് പറയുന്ന തന്റെ കിതാബിലെ ബുഖാരിയിലെ അധ്യായം കൊടുത്തിട്ട് രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില ആളുകള് മാസം കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസം കാണേണ്ട ആവശ്യമില്ല, കണക്ക് വെച്ചു നോക്കിയിട്ട് നമുക്ക് എന്തേലും മതി, കണക്ക് കൂട്ടിയിട്ട് നോമ്പോക്കിയാൽ മതി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ ആ ഒരു കണക്ക് കൂട്ടിയിട്ട് മാസം പ്രഖ്യാപിക്കുന്ന സമ്പ്രദായം അത് ഇസ്ലാമിന് അന്യമാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ ചിലർ വാദിക്കുന്നത് ഇസ്ലാമിന്റെ ഉത്ഭവം പരിശുദ്ധമായ മക്കയല്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട് മക്കയാണല്ലോ. എന്നാൽ ആ മക്കയെ ആസ്പദമാക്കിക്കൊണ്ട് മക്കയിൽ നടക്കുന്നത് പോലെ സൗദി ഗവൺമെന്റിൽ മാസമൊന്നായി പ്രഖ്യാപിച്ചാൽ അതിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം മുഴുവനും ഒരൊറ്റ ദിവസം നോമ്പ് നോക്കുന്നതല്ലേ നല്ലത് എന്ന് ചിലർ അഭിപ്രായപ്പെടാറുണ്ട്. ഓക്കെ, അത് സമ്മതിച്ചാൽ തന്നെയും നമ്മുടെ നാട്ടില് നോമ്പ് തുറക്കുന്നത് ഇൻഷാ അല്ലാഹ് 6:50 6:50 നോമ്പ് തുറക്കാൻ പറ്റൂല. സൗദിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ ഒരു 2.5 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് 6:50, 7:50, 8:50 തറാവീസ്കാരം കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നാൽ മതി അല്ലെ. 2.5 മണിക്കൂർ അങ്ങോട്ട് കൂട്ടിയിട്ട് തറാവീസ്കരിച്ചിട്ട് നോമ്പ് തുറന്നാൽ മതി. എന്നാൽ അത്താഴം എപ്പോഴാ കഴിക്കേണ്ടത്? രാവിലെ 8:30 മണിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാം. എന്ത് രസം ഉണ്ടാവും. ഇവിടെ അസ്തമാന വ്യതിയാനമുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് മാസപ്പിറവി, ഈ മാസപ്പിറവി എന്ന് പറയുന്നത് നഗ്നമായ നേത്രം കൊണ്ട് നമ്മൾ കണ്ടാൽ മതി. അത് വല്ല കൃത്രിമമായ സംവിധാനങ്ങളിലൂടെ, ആധുനികമായ ബൈനോക്കുലർ പോലെയുള്ള, ദൂരദർശിനി പോലെയുള്ള വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ കടപ്പുറത്ത് പോയി സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണക്കാരന്റെ കാഴ്ചയുടെ പവറിൽ ആ മാസം ദൃശ്യമാവുകയാണെങ്കിൽ അയാൾ വിശ്വസിക്കാൻ പറ്റുന്ന ആള് അദ്ദേഹം ചെന്നിട്ട് ഖാദിയോട് പറയുകയാണ്, ഞാൻ മാസം കണ്ടിട്ടുണ്ട്. സാക്ഷി മുഖാന്തരം ഖാദി പ്രഖ്യാപിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നോമ്പ് ആരംഭിക്കാം. ഇനി പള്ളത്ത് ഒരാൾ മാസം കണ്ട്, പക്ഷെ അയാള് മാസം കണ്ട കാര്യം ആരും വിശ്വസിക്കുന്നില്ല. ഖാദിനോട് പറഞ്ഞപ്പോ ഖാദി നീ പോയി പണി നോക്കുമെന്ന് പറഞ്ഞു. എന്നാ ഓൻ പറയാ ആർക്കും നോമ്പില്ല, എന്നാ ഞാൻ നോമ്പ് നോക്കൂലെന്ന് പറയാൻ പറ്റൂല. ഓൻ വീട്ടിൽ നിന്നിട്ട് പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് മാസം നിലാവ് കണ്ടതാണെന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോ ആ വീട്ടുകാരും വിശ്വസിച്ചാൽ അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. ആരാണോ കണ്ടത് അവന് കുറപ്പുണ്ടെങ്കിൽ അവന് നോമ്പ് നിർബന്ധമാണ്. ബാക്കിയുള്ളവർ വിശ്വസിച്ചോ ഇല്ലേ എന്നുള്ള വിഷയമല്ല, ഇവിടെ കാണലാണ് അതിന്റെ മാനദണ്ഡം. അതുപോലെ വിശ്വാസമുള്ള, ഉറപ്പിക്കാൻ പറ്റുന്ന ഒരാളുടെ വാക്കിലൂടെ, ആ വാക്ക് ഖാദി, ഒരു പ്രദേശത്തിന്റെ ഹാക്കിം, വിധികർത്താവ് പ്രഖ്യാപിക്കുന്നതിലൂടെ പൊതുവായ നിലക്ക് നമുക്ക് മാസം കാണുകയും ചെയ്താൽ അവിടെ നമുക്ക് നോമ്പ് ആരംഭിക്കാം. അവിടെയാണ് നോമ്പ് തുടങ്ങുന്നതിന്റെ മാനദണ്ഡം. അവിടെ കാണണമെന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാസം കാണൽ സുന്നത്താണ്, നിലാവ് കാണൽ സുന്നത്താണ്, ഒരു പുണ്യകരമായ അമലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, മഹാനായ തൽഅത്ത് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാന ഇദാ റഅയ്തൽ ഹിലാൽ, ഹിലാലിനെ ചന്ദ്രപ്പിറവിയെ മാസപ്പിറവി നിബിതങ്ങൾ ദർശിക്കുകയാണെങ്കിൽ ഖാല നിബിതങ്ങൾ ഉടനെ പറയും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി ബിൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് എന്ന് നബിതങ്ങൾ പറയാറുണ്ടായിരുന്നു. ഹിലാലു റുഷ്ദിൻ വഖൈർ, ഹിലാലു റുഷ്ദിൻ വഖൈർ, ഹിലാലു റുഷ്ദിൻ വഖൈർ എന്ന് 3 തവണ മാസം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ മാസം കാണാൻ, ചന്ദ്രക്കല കാണാൻ നബിതങ്ങൾ ശ്രമിക്കാറുണ്ട്, അതിനെ കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെ നിലാവ് കാണൽ എന്താണ്? സുന്നത്താണ്. അങ്ങനെ കാണുന്നതോടുകൂടെ നമ്മിലേക്ക് നിർബന്ധമായി വരുന്ന ആ നോമ്പ്, അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അത് നമുക്ക് നിർബന്ധമാകണമെങ്കിൽ, ഇപ്പൊ നോക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്ക്, ഒരാള് ഗൾഫിൽ നിന്ന് മാസപ്പിറവി കണ്ടു, എന്നിട്ട് അയാള് അത്തായം കഴിച്ച് നോമ്പ് ആരംഭിച്ചിട്ട് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് വിമാനത്തിൽ കയറി കോഴിക്കോട് ഇറങ്ങി നാട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഉച്ചയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ആർക്കും നോമ്പില്ല. പക്ഷെ ഓനെന്തായ അത്തായം കഴിച്ച് നോമ്പ് നോക്കിയിട്ടാ വന്നത്. എന്നാൽ ഇയാൾ എന്ത് ചെയ്യണം? നിങ്ങളെ അഭിപ്രായം അതല്ല, ക്ലാസ്സാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്റെ വിഷയത്തിൽ പങ്കെടുക്കാം. നിങ്ങളെ അഭിപ്രായം, ഗൾഫിന് നോമ്പ് നോക്കിയിട്ടാ വന്നത്, വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ പുരയിലെത്തി നോക്കുമ്പോ ഇവിടെ കേരളത്തിൽ ആർക്കും നോമ്പില്ല, ഓന് നോമ്പുണ്ട്. എന്താ പോന്റെ നോമ്പിന്റെ പേര്? നോമ്പ് പൂർത്തിയാക്കണം എന്നാണ്. അങ്ങനെയല്ല, നാട്ടുകാരോട് യോജിക്കണം. അതാണ് ഇവിടെ മാസം കാണാത്തത് കൊണ്ട് ആ നാട്ടിലെ അവസ്ഥയോട് അവൻ യോജിക്കണം. ഇത് പെരുന്നാൾ ആഘോഷിച്ച് വന്നാലോ കണ്ട. ഇനി ഒരാൾ എന്ത് ചെയ്തു? ഗൾഫിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ട് നല്ല കട്ടച്ചായും കുടിച്ച് പൊറോട്ടൊക്കെ തിന്നിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് കയറി വീട്ടിലെത്തുമ്പോ കേരളത്തിൽ എല്ലാവർക്കും നോമ്പാണ്. ഓ നോമ്പ് നോക്കാതെയാ വന്നത്. കേരളത്തിൽ നിന്നും എല്ലാവർക്കും നോമ്പാണ്. സമയം 4 മണിയാണ്. എന്ത് ചെയ്യും? എനിക്ക് ഏതായാലും നോമ്പില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പല്ലേ, എടുക്കണി പാത്തന്മാര് ജ്യൂസ് എന്ന് പറയാൻ പറ്റൂല. അവൻ നോമ്പുകാരനല്ലെങ്കിലും വൈകുന്നേരം വരെ അവൻ വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇംസാക്ക് നിർബന്ധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവിടെ ഇംസാക്ക് പിടിച്ചു വെക്കണം. അവൻ നോമ്പിന്റെ മഹത്വമാണത്, നോമ്പിന്റെ മഹത്വമാണ്. അവിടെ ഇംസാക്ക് വേണമെന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ പോലെ വൈകുന്നേരം വരെ കഴിയുകയും, എന്നിട്ട് അവൻ എന്ത് വേണം? അങ്ങനെ നോമ്പ് നോക്കിയിട്ടാകുമ്പോ 29 നോമ്പായി കേരളത്തിൽ. 29 നോമ്പ് കഴിയുമ്പോ മാസം കണ്ടു പെരുന്നാളായി. ഈ ഗൾഫിൽ നിന്ന് വന്ന മൂപ്പർക്ക് എത്ര നോമ്പേ ആയിട്ടുള്ളൂ? 28. പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഒരു നോമ്പ് ഖളാ വിട്ടുകയും വേണം. അതങ്ങനെയാണ്. ഇതാണ് മാസം കാണുന്നതിന്റെ പവർ എന്ന് പറഞ്ഞാൽ. അത് വെറുതെ അങ്ങ് തോന്നിയത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല. നബി തങ്ങൾ മായ കൊണ്ട് തോന്നിയ കാര്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണുന്ന കാര്യം പറയലല്ല. അള്ളാഹു എന്താണോ പറയുന്നത് അത് മാത്രമേ നബി തങ്ങൾ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അത് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ നാട്ടുകാരുടെ അവസ്ഥ എന്താണോ അതിനോട് യോജിക്കണം. ഇനി ഒരാൾ കേരളത്തിൽ നിന്ന് നോമ്പുകാരനായിട്ട് നോമ്പ് 15 പിന്നെ നോമ്പ് നോക്കിയിട്ട് ഗൾഫിലേക്ക്, അല്ല നോമ്പ് 28 എന്ത് ചെയ്യുന്ന 28 അല്ല 29 നോമ്പ് നോക്കിയിട്ട് ഗൾഫിൽ നിന്ന് വരുന്നു. നാട്ടിലെത്തുമ്പോ എല്ലാവർക്കും പെരുന്നാളാണ്. എന്നാ നോമ്പ് നോക്കല് ഹറാമാണ്. ഓൻ പെരുന്നാളോടുകൂടെ ചേരണം. നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ഖളാ വിട്ടുകയും വേണം. മാസപ്പിറവി കണ്ട ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഏത് നാട്ടിലേക്കാണോ എത്തുന്നത് ആ നാട്ടിലെ അവസ്ഥയിലോട് യോജിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളും വരികയാണെങ്കിൽ ധൈര്യത്തോടു കൂടെ ചോദിക്കാം. വെരി ഗുഡ്, നല്ലൊരു ചോദ്യം. ഒരാളെ നോമ്പ് 30 പൂർത്തിയാക്കി ഗൾഫിൽ നിന്ന്, അങ്ങനെയും ആവാലോ. 30 നോമ്പ് പൂർത്തിയാക്കിയിട്ട് അയാളുടെ നാട്ടിലേക്ക് വരുമ്പോ നാട്ടുകാർക്ക് എത്ര നോമ്പാ?
29 നോമ്പാണ്. ഒരു കുഴപ്പമില്ല, ഓനാ നോമ്പ് പോലെ തന്നെ നിന്നോട്ടെ. 29 നോമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ പെരുന്നാളായി, ഓൻക്കുണ്ടായി 31 നോമ്പ് കിട്ടിയെന്നല്ല, ഓനക്ക് ആ 30 കിട്ടിയ വോട്ടിന് സിന്ദാബാദ്, ഓൻ അങ്ങനെ തന്നെ എന്നാ മതി. മനസ്സിലായില്ലേ? നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആയിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് മുസ്ലിം അല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമല്ല. എന്നാൽ എത്രയോ അമുസ്ലിമീങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ പ്രതാപൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ 28 വർഷത്തോളമായി തുടരാ മുറിക്കാതെ കുടുംബസമേതം നോമ്പ് നോക്കുകയാണ്. അതെങ്ങനെ നോമ്പ് നോക്കല്? അയാൾ പറയുന്നു, കൃത്യമായി സുബഹിക്ക് മുമ്പ് തന്നെ അത്തായം കഴിക്കും. മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കും. ആ സുന്നത്തോടുകൂടെ ഈത്തപ്പഴം കൊണ്ട്, ഈത്തപ്പഴമാണ്, ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് മുറിക്കും. നമ്മൾ നോക്കും പോലെ പ്രതാപൻ മാഷ് 28 കൊല്ലത്തോളം നോമ്പ് നോക്കാൻ അതിന്റെ കാരണം അയാൾ പറയുന്നത് ആരോഗ്യപരമായി വലിയ നേട്ടമാണ്. ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ ഭൗതികപരമായും ആത്മീയപരമായും ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഇബാദത്താണ് എന്ത്? ഇസ്ലാമിന്റെ ആരാധനകൾ. അപ്പൊ നോമ്പ് ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ഉസ്താദ് പറഞ്ഞു നോമ്പ് നോക്കിയാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ നോമ്പ് നോക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ നോമ്പ് നോക്കിയാലോ നോമ്പിന്റെ കൂലി അവർക്ക് കിട്ടൂല. നമ്മൾ ആരോഗ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല നോമ്പ് നോക്കണത്. നമ്മളെ ഇബാദത്താണ്, നമ്മുടെ കടമയാണ് എന്ന നിലയ്ക്ക് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്ഷൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകും, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എത്രയോ അമുസ്ലിമീങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ നോമ്പുകളൊക്കെ ഭൗതികപരമായി ഗുണം ചെയ്യുമെങ്കിലും നാളെ മരണപ്പെട്ട് മഹ്ശറയിലെത്തുമ്പോൾ പരലോകത്ത് അവരുടെ നോമ്പിനിക്ക് പ്രതിഫലമില്ല. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടാ? വിശ്വാസം മാറിയതുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ വിഷയം? അപ്പൊ മുസ്ലിം അല്ലാത്തവർക്ക് നോമ്പുണ്ടാകുന്നില്ല, നിർബന്ധമാകുന്നില്ല. രണ്ടാമതായി അവിടെ നിർദ്ദേശിക്കുന്നത്, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോയി, മുർത്തദ്ദായി പോയി, അള്ളാഹു കാക്കട്ടെ, ومن يرتد منكم فليمت كافرا صدق رسول الله. മതത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടം പിന്നെ എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം അറിയാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. 10-22ഓളം കാരണങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വാക്കു പറയുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം. ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ പറയാം. ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്, ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. ഏത് സൂറത്തിലാണ് ഈ ആയത്ത്? ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت. സൂറത്ത് ഓർമ്മയില്ല? അതേതാ സൂറത്ത്? അൽ കഹ്ഫ് സൂറത്താണ് അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയിലും നാം പാരായണം ചെയ്യാൻ അള്ളാന്റെ ഹബീബ് നിർദ്ദേശിച്ച സൂറത്തുൽ കഹ്ഫിൽ കാണാം, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ നാളെ ചെയ്യാമെന്ന് ഇൻഷാ അല്ലാഹ് പറയാതെ പറഞ്ഞു പോകരുത്. എന്താ പറഞ്ഞേ? ഞാൻ നാളെ വരാം ഇൻഷാ അല്ലാഹ്. അത് ഖുർആൻ പറഞ്ഞാ നമ്മളോട്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരൊറ്റൊരു കാര്യവും നാളെ ഞാൻ ചെയ്യാമെന്ന് പറയാൻ പാടില്ല. ഇവിടെ ഒരു ചർച്ച വരുന്നുണ്ട്. നബൈതു സൗമഗദിൻ അൻ അദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല ഇൻഷാ അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? നബൈതു നാളെ നോമ്പല്ല കേട്ടോ, പേടിക്കണ്ട, ഒരാഴ്ചയും കൂടെ ഉണ്ട്, ബേജാറാവണ്ട, നാളെയും കൂടെ ജ്യൂസൊക്കെ കുടിക്കാം. നബൈതു സൗമഗദിൻ അൻ അദാഇ ഫർള് റമളാൻ ഹാദിഹി സനതി, ഇക്കൊല്ലത്തെ അദാ ആയ ഫർളാക്കപ്പെട്ട നാളത്തെ നോമ്പിന് നോറ്റുവിടാൻ ഞാൻ കരുതി ഇൻഷാ അല്ലാഹ്. കണ്ടോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നോമ്പ് നോക്കാന്ന് പറയുമ്പോഴും എന്തു പറയണം? പാടില്ല. നിയ്യത്തിന് അത് പറ്റൂല, നിയ്യത്ത് ബാത്തിലാണ്. നിയ്യത്തിന്റെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് പറ്റൂല. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം.
എല്ലാ കാര്യത്തിനും നാളെ ചെയ്യാമെന്നൊരു കാര്യത്തെ പറ്റി പറയുമ്പോ ഇൻഷാ അല്ലാ എന്ന് പറയാതെ ഒരു കാര്യവും പറയാൻ പാടില്ല. എന്നാൽ നോമ്പിന്റെ നിയത്തിന് ഞാൻ നാളെ നോമ്പ് നോക്കാന്ന് കരുതുമ്പോ അവിടെ ഇൻഷാ അല്ലാന്ന് പറയൽ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിയത്ത് സഹിയല്ല, പുതുക്കി വെക്കേണ്ടി വരും. ഇതിന് കാരണം വേറെ ഉണ്ടാ, ഞാൻ പിന്നെ പറയാം, മറന്നുപോയി, ഞങ്ങൾ ഉണർത്തണം. ഇവിടെ നാളത്തെ കാര്യം ഇൻഷാ അല്ലാ കൂടാതെ പറയത്. ഇപ്പൊ നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ ഒരാളോട് പറയാം, എടാ നീ നാളെ എന്തായാലും വരണം കേട്ടോ, അല്ലെങ്കിൽ നീ പിന്നെ അടുത്ത ആഴ്ച പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ, അതെന്തായാലും തരണം. അപ്പൊ അവൻ പറയും ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പറ്റൂല, ഇൻഷാ അല്ലാ 6 മാസമൊക്കെ ഉണ്ട്, നീ എന്തായാലും തരണം എന്ന് ഒരാളോട് നമ്മൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലേ? ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പോരാ, നീ എന്തായാലും വരണം. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ നിസാരമാക്കുന്ന വാക്കാണ്. ഒരു വേള മുർത്തദായി പോകുമോ എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതൊറ്റ ഒന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെ 22ഓളം കാരണങ്ങളുണ്ട്. അതൊക്കെ വഴിയ അവസരം ഉണ്ടെങ്കിൽ പഠിക്കാം, ഉസ്താദ് പറഞ്ഞു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പാടില്ല. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ ബന്ധപ്പെടുത്ത, അള്ളാഹുവിനെ ഒരു നിസ്സാരമാക്കി കാണുന്ന ഒരു വാക്കാണ്. ആരാണ് ഇൻഷാ അല്ലാ 6 മാസത്തെ അവധി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, യത്ലു അലൈഹിം ദാലിക ഗദൻ, നാളെ പറഞ്ഞു തരാം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ പറയാത്തതിന്റെ പേരിൽ 18ഓ 40ഓ ദിവസത്തോളം അല്ലാഹു ജിബ്രീലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. വലിയ വിഷയമാണത്. നബി തങ്ങൾ പറയാൻ മറന്നതാ. നിബിധങ്ങൾ അത് പറയാത്തത് കൊണ്ട് 40 ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ 18, ഇങ്ങനെ പല അഭിപ്രായത്തിലും ദിവസങ്ങളോളം വഹി മുടങ്ങിയിട്ടുണ്ട്. ആ വഹി മുടങ്ങിയപ്പോൾ മുഹമ്മദിനെ അള്ളാഹു വെറുത്തിട്ടുണ്ട്. മുഹമ്മദും അള്ളാഹും തെറ്റിലാണ്, മുഹമ്മദിനെ അള്ളാഹ്ക്ക് വേണ്ടാതായി എന്ന് വരെ ശത്രുക്കൾ പ്രചരിപ്പിച്ച ഘട്ടമായിരുന്നു. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കി കൊടുത്തത്, നബിയെ എന്തുകൊണ്ടാണ് ജിബ്രീൽ വരാൻ താമസിച്ചത്? വലാ തഖൂലന്ന ലിശൈഇൻ ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇൻഷാ അല്ലാ പറയാതെ നബി ഒരു വാക്ക് പറയരുത്. അതുകൊണ്ടാണ് വഹി ഡിലേ ആയത്. അതുകൊണ്ട് ഈ ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ 6 മാസത്തെ അവധിയൊന്നും പറയാൻ പാടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഒരാൾ ഇങ്ങനെയുള്ള വല്ല വാക്കുകൊണ്ടോ വിശ്വാസം കൊണ്ടോ മുർത്തദായി പോയാൽ അവന് നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ശഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവാൻ പറയുകയും നോമ്പ് നോക്കാൻ പറയുകയും ആ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വിട്ടുകയും വേണം. ഇനി രണ്ടാമതായി നോമ്പ് നോക്കണമെങ്കിൽ അൽ അഖലു, ബുദ്ധി വേണം. ബുദ്ധിയില്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമില്ല. അപ്പൊ മുസ്ലിം ആയിരിക്കണം, ബുദ്ധിയുള്ളവനായിരിക്കണം. ഫലാ യജിമു സൗമു അലൽ മജ്നൂൻ, പിരാന്തന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല. ഉണ്ടോ? ഭ്രാന്ത്, ബുദ്ധി വേണമെന്ന് പറയുമ്പോ ഭ്രാന്തന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ വല സക്രാൻ സവാഉൻ കാന, ഒരു ലഹരി ബാധിച്ചിട്ട് ഏതെങ്കിലും നിലക്ക് ബോധക്ഷയം സംഭവിച്ച് ബോധം നഷ്ടപ്പെട്ടു പോയ ഒരാൾക്കും എന്തില്ല? നോമ്പ് നിർബന്ധമില്ല. അപ്പൊ ബുദ്ധി, 7 കാര്യം കണ്ടോ, ബുദ്ധിയുള്ളവരെ സംവദിക്കുന്നതാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ. നിസ്കാരം നിർബന്ധമാകുന്നതിൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും. ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും. നോമ്പ് നിർബന്ധമാകണമെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും. പ്രായപൂർത്തിയുടെ മാനദണ്ഡം ഇസ്ലാം പറയുന്നത്, സ്ത്രീകളുടെ പെൺകുട്ടികൾക്ക് 9 വയസ്സ് പൂർത്തിയായാൽ അവർക്ക് എന്തായി? പ്രായപൂർത്തിയായി. ആൺകുട്ടികൾക്ക് 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തിയായി. ഇതാണ് പ്രായപൂർത്തിയുടെ മാനദണ്ഡം. എന്നാൽ ആൺകുട്ടികൾക്ക് ഇന്ദ്രിയസ്ഖലനമുണ്ടാകലും പെൺകുട്ടികൾക്ക് ആർത്തവരക്തമുണ്ടാകലും പ്രായപൂർത്തിയുടെ അടയാളം മാത്രമാണ്. 11 വയസ്സ് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഹൈള് അഥവാ മെൻസസ് ഉണ്ടായില്ലെങ്കിലും അവൾ 9 വയസ്സോടുകൂടെ പ്രായപൂർത്തിയായി, അടയാളം കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ 15 വയസ്സായ ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി, ഇന്ദ്രിയസ്ഖലനം നടന്നില്ലെങ്കിലും. ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാകാൻ ഏകദേശം ഒരു 10-16 ദിവസത്തോളം അവശേഷിക്കുമ്പോഴാണ് മെൻസസ് ഉണ്ടായതെങ്കിൽ അവളുടെ പ്രായപൂർത്തി സ്റ്റാർട്ട് ചെയ്തു.
ലോകം പഠിക്കണം, ഇന്ത്യ രാജ്യം പ്രത്യേകം പഠിക്കണം. ഡൽഹിയിൽ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കൂട്ടമായി മാനഭംഗപ്പെടുത്തി നിഷ്ഠൂരമായി കൊന്ന ചരിത്രം നമുക്കറിയാം. അതിൽ 1-ാം പ്രതി എന്ന് പറയുന്ന ഒരുത്തൻ ഒഴിവായത് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരൊറ്റ കാരണത്താലാണ്. എന്താണാവോ പ്രായപൂർത്തിയുടെ മാനദണ്ഡം? ഒരു പെണ്ണിനെ ബസ്സിൽ വെച്ച് പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന് അതിന്റെ 1-ാം പ്രതി ജുവൈനൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ കുട്ടിയാണെന്ന്. വയസ്സെത്ര പറഞ്ഞു? 18 വയസ്സായിട്ടാണ്. എന്നാ പ്രായപൂർത്തിയാവാത്തൊരു ചെക്കന എന്ത് ചെയ്യുന്നത്? ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായപൂർത്തിയുടെ ഡെഫിനിഷനൊക്കെ മാറ്റേണ്ടി വരും. ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രായപൂർത്തിയുടെ മാനദണ്ഡം എത്ര ശാസ്ത്രീയമാണ്, എത്ര വസ്തുനിഷ്ഠമാണ് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ബുദ്ധി അത് വളരെയധികം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ബുദ്ധിയുമായി സംവദിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമതായി നോമ്പ് നിർബന്ധമാകുന്നതിൽ എന്ത് വേണം? അവിടെ ബുദ്ധി ആവശ്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 വിഭാഗത്തെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. 3 വിഭാഗത്തെ തൊട്ട് കൽപ്പന 3 വിഭാഗത്തിന് ബാധകമല്ല. അനിന്നഇനി ഹത്തസ്തൈഖള, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ. ശ്രദ്ധിക്കണം, ഒരാള് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 4:30 മണിക്ക് കിടന്ന് 4:41 സുബഹി ബാങ്ക് കൊടുത്തു. അവൻ സുബഹി ബാങ്ക് കൊടുത്തത് അറിഞ്ഞില്ല, ആരും വിളിച്ചതുമില്ല. ഓനൊറ്റ ഉറക്ക. ഓനക്ക് സുബഹിസ്കാരം നിർബന്ധമായിട്ടില്ല. ഓൻ ഉറങ്ങന്നെ. ഓൻ എഴുന്നേൽക്കുന്നതോ രാവിലെ 8 മണിക്കാണ്. 8 മണിക്ക് ഉണരുമ്പോൾ അവനിക്ക് സുബഹി നിസ്കാരം ഖളാ ആയി പോയി. ഉടനെ തന്നെ അവൻ ഖളാ വീട്ടണം. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് സുബഹിയുടെ ടൈം ആണെങ്കിൽ പോലും അവൻ ഉണരാത്തത് കൊണ്ട് അവനിക്ക് കീർത്തനം കൽപ്പന ബാധകമല്ല, നിസ്കാരം അവന് നിർബന്ധമില്ല. നിസ്കാരം ഖളാ എന്ന ഓപ്ഷൻ വെച്ചിരിക്കുന്നത് 2 വിഭാഗത്തിന് മാത്രമാണ്. ഒന്ന് മറന്നുപോയവന്, രണ്ടാമത്തത് ഉറങ്ങിപ്പോയവന്. മറ്റുള്ളവർക്ക് നിസ്കാരം ഖളാക്കാനുള്ള ഒരു ഓപ്ഷനും ഇസ്ലാമിലില്ല. നോമ്പിന് അങ്ങനെ ഉണ്ട്. നിസ്കാരം ഖളാ വിട്ടാന്നുള്ള ഒരുപാടില്ല. അപ്പൊ നമ്മളൊക്കെ ഖളാ വിട്ടുന്നുണ്ടല്ലോ. ഖളാ ആയാ വീട്ടണം. നമ്മളെ പരിപാടി എന്താ? അത് സാരമില്ല, ഖളാ ആയാലും സാരം, നമുക്ക് പിന്നെ വീട്ടിക്കോളാൻ. അത് പറ്റൂല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇസ്ലാം വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉറങ്ങുന്നവനിൽ നിന്ന് കീർത്തനം ഒഴിവാണ്. ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ കൽപ്പനയില്ല. അതുപോലെ വാനിൽ മജ്നൂൻ ഹത്താ യഅഖില, ഒരു ഭ്രാന്തനിക്ക് ബോധം വരുന്നത് വരെ. ഈ 3 വിഭാഗത്തിന് ഇസ്ലാമിന്റെ ആരാധനകളുടെ കൽപ്പനകൾ നിർബന്ധമില്ല, ബാധകമല്ല. ഫമാ കാന മിൻകും മരീളാ ഔ അലാ സഫരിൻ മിൻ അയ്യാമിൻ ഉഖറ. ഇവിടെ ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട്, അതേപോലെ ബോധക്ഷയം എന്ന് പറയുന്നത് അൽ ഇഗ്മാഉ മർളുൻ, ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടും. ഭ്രാന്ത് എന്ന് പറയുന്നത് അത് ബുദ്ധിപരമായ നുഖ്സാനിയത്ത്, ഒരു പോരായ്മയുമാണ് എന്നാണ്. ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു ബുദ്ധിക്കുള്ള ഒരു ചെറിയൊരു കുറവാണ് എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാറുള്ളൂ. അപ്പൊ അത് രോഗം എന്ന നിലക്കല്ല. ഈ ബോധക്ഷയം എന്നത് രോഗത്തിന്റെ പരിഗണന വെച്ചുകൊണ്ടാണ്. അതുപോലെ 3ാമതായി പ്രായപൂർത്തി ഉണ്ടാകണം. ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ പറയുന്ന വിഷയം നോമ്പ് നിർബന്ധമാണെങ്കിൽ 1 മുസ്ലിം ആവണം, 2 ബുദ്ധി ഉണ്ടാകണം, 3 പ്രായപൂർത്തി ഉണ്ടാകണം. അപ്പൊ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. ഫലാ യജിബു സൗമു അലൽ സ്വബിയിൽ മുമയ്യിസ്, കുട്ടിക്ക് നോമ്പ് നിർബന്ധമല്ല. നോമ്പ് നോക്കണ്ടെന്നാണോ? ലാകിൻ സൗമഹു സഹീഹുൻ, ആ കുട്ടികൾ നോമ്പ് നോക്കിയാൽ അവരുടെ നോമ്പ് എന്താണ്? സ്വഹീഹാണ്. വയുമറു ബിഹി ലിസബഇൻ, 7 വയസ്സായാൽ കൽപ്പിക്കണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു, 7 വയസ്സാൽ കുട്ടികൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. സ്വദഖ റസൂലുള്ളാഹി. ഇത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നോമ്പിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. 7 വയസ്സാകുമ്പോൾ കുട്ടികളെ നോമ്പ് നോക്കാൻ പഠിപ്പിക്കണം. ഇന്ന് കുട്ടിയൊക്കെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? 7 വയസ്സ് എന്ന് പറഞ്ഞാൽ വകടരിവുള്ള സമയമാണ്. ഇന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ അറിയാം, നെയ്സറി പഠിക്കുന്നേ, ശ്രദ്ധിക്കും, നെയ്സറി പഠിക്കുന്ന ചെറിയ കുട്ടിയും. ഞാൻ ഒരാളൊരു കഥ പറഞ്ഞു. നെയ്സറി എന്ന് പറഞ്ഞാൽ LKGന്റെയും UKGന്റെയും താഴെയാണ്. അപ്പൊ നെയ്സറി പഠിക്കുന്ന ചെറിയൊരു കുട്ടി, 3 വയസ്സുള്ള ഒരു കുട്ടി ഛർദിച്ചപ്പോ മറ്റേ കുട്ടി ചോദിക്കുക, എന്താ എനിക്ക് പ്രഗ്നൻസി ഉണ്ടോ? പ്രഗ്നന്റ് ആണോ?
അവന്റെ അർത്ഥം ഗർഭം തുടങ്ങിയ ഛർദി ഉണ്ടാവും എന്നുള്ള കാര്യം ആർക്കറിയാം? 3 വയസ്സിൽ നേഴ്സറി പഠിക്കുന്ന കുട്ടിക്ക് അറിയാന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ കുട്ടിയൊക്കെ പഠിക്കണം. ദീനിന്റെ കാര്യം പറയുമ്പോ ഓനായിട്ടില്ല, ഓന്റെ ആരോഗ്യമൊക്കെ നശിച്ചു പോകും നോമ്പോക്കാൻ പറഞ്ഞാല്. ഓനക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാണ്ട്, ട്യൂഷൻ ഉണ്ട്, വായിക്കാണ്ട്, എഴുതാണ്ട്. രാത്രി 11 മണിക്കാണ് എന്റെ പൊന്നുമോൻ ഉറങ്ങിയത്. എന്തൊരു വേജാറും വെപ്പളാളാണ് ഉമ്മാക്കുപ്പാക്കും. എന്തൊരു വേജാറാ അല്ലേ? രാവിലെ വിളിക്കാൻ പറ്റൂല, മോനെ നന്നായിട്ട് ഉറങ്ങിക്കോ. എന്റെ ഉമ്മ എന്നെ വിളിക്കാത്തത്, എന്റെ ഉപ്പ വിളിക്കാത്തെന്ന് ചോദിച്ചാൽ, മോനെ എനിക്കൊരു സ്കൂളിൽ പോകാനുണ്ടല്ലോടാ, ട്യൂഷൻ ഉണ്ടല്ലോടാ, നിനക്ക് കുറെ പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ പഠനത്തിന്റെയും ഭൗതികതയുടെയും കാര്യം പറഞ്ഞിട്ട് നോമ്പിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന് മക്കളെ അകറ്റി നിർത്തരുത്. ഉമ്മമാരെ, ഉപ്പമാരെ ശ്രദ്ധിക്കണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞത് 7 വയസ്സായാൽ എന്നാണ്. ഒരു കുട്ടിയുടെ പഠനത്തിന്റെ തുടക്കം അവിടെയാണ്. അതുകൊണ്ട് 3 വയസ്സോ 2.5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് പിന്നെ ഇറച്ചിക്കോയിനെ വളർത്തുന്ന പോലെ വേറെ എവിടെയും കൊണ്ടുപോയിട്ടിട്ട് പീഡിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് 7 വയസ്സായാൽ കൽപ്പിക്കണം എന്ന ആ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയുടെ മുമ്പുള്ള കുട്ടികൾക്ക് നോമ്പ് നോറ്റാൽ ആ നോമ്പ് സഹിയാകുന്നതാണ്. മാത്രമല്ല 10 വയസ്സായാൽ ഒരു കുട്ടി നോമ്പ് നോക്കിയില്ലെങ്കിൽ നോമ്പ് നോക്കാത്തതിന്റെ പേരിൽ ആ കുട്ടിയെ അടിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതുപോലെ 4-മത്തത് നോമ്പ് നോക്കാനുള്ള കഴിവുണ്ടാകണം. എന്താ കഴിവ്? ശാരീരികമായ രോഗമില്ലാത്ത ആ ഒരവസ്ഥ, ഒരു പ്രയാസവും കൂടാതെ നോമ്പ് നോക്കാനുള്ള കഴിവ്. ഈ 4 കാര്യങ്ങൾ. അതുപോലെ നോമ്പ് നോറ്റാൽ പോരാ, ആ നോമ്പ് സ്വഹീഹാവണം, സ്വീകാര്യോഗ്യമാവണം. അതിന് 1-മതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മഹാനായ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അമാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തുകളെ കൊണ്ടാണ്. കണ്ടോ? നിയ്യത്തില്ലാത്ത ഒരു അമലുകളും അല്ലാഹു സ്വീകരിക്കൂല. എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് നിയ്യത്ത് ആവശ്യമാണ്. നിയ്യത്ത് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ശരിയാവണം. വിശ്വാസം ശരിയാവാത്ത കാലത്തോളം നിയ്യത്ത് സഹിയാവുകയില്ല. നിയ്യത്ത് സഹിയാവാത്ത കാലത്തോളം അമലുകൾ സഹിയാകുന്നതല്ല. ചില ആള് പറയും നിസ്കാരത്തിന് നിയ്യത്ത് വേണ്ട. ഞാനിപ്പോ എന്റെ ഭാര്യനോട് പറയാണ്, പിന്നെ എടി ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അത് തന്നെ നിസ്കാരം. പിന്നെ ഒരു നിയ്യത്ത് ഉസല്ലി എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വീട്ടിൽ നിന്ന് നിസ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആ ഇറക്കത്തിനിടയിൽ പച്ചക്കറി വാങ്ങിയാലും മീൻ വാങ്ങിയാലും എന്ത് വാങ്ങിയാലും അതൊക്കെ നിസ്കാരത്തിൽ പെട്ടതാണെന്നാണ്. അത് പറ്റൂല. നിസ്കാരത്തിലേക്ക് നിന്നാൽ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഇദാ ഖുംതും മിനസ്സലാ. ആ ഖുംതും എന്ന പദത്തിന് നിയ്യത്തിന്റെ ഡെഫിനിഷൻ, നിയ്യത്തിന്റെ നിർവചനം, വ്യാകരണം മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി കാണാം. അപ്പൊ നിയ്യത്ത് നിസ്കാരത്തിന് എന്ന ആ ഘടകം പറയാത്ത, മനസ്സിൽ കരുതാത്ത കാലത്തോളം നിസ്കാരമില്ല. നോക്കൂ, ഹജ്ജ്. ഈ ഹജ്ജിന് പോകുമ്പോ ഏറാൻ കെട്ടി എല്ലാ വസ്ത്രവും കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് ഹജ്ജിന് പോവാണ്. ഉറപ്പാ. പർച്ചേസിന് പോവല്ല, സ്വർണം കൊണ്ടുവരാൻ പോവല്ല, വേറെ ഏതെങ്കിലും ഉദ്ദേശത്തിൽ പോവല്ല, ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവാണ്. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് പോയ ഒരാള് എയർപോർട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഖാത്തിൽ വെച്ചിട്ട് നബൈതുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി തആല വഅഹറംതു ബിഹാ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിനാ നിയ്യത്ത് എന്ന് പറയുന്നത്. അതുപോലെ നിയ്യത്തില്ലാത്ത ഒരൊറ്റൊരു അമലും സ്വീകാര്യമല്ല. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മഹാന്മാരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഹിജ്റ പോവുകയാണെന്ന വിവരം കിട്ടിയപ്പോൾ സ്വഹാബികൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സ്വഹാബിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശം വന്നു. ഏതായാലും മദീനയിൽ പോവുകയല്ലേ, മദീനയിൽ നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, മദീനയിൽ ചെന്നിട്ട് ഒരു കല്യാണം കഴിക്കണമെന്ന് ഒരു സ്വഹാബി അങ്ങ് മനസ്സിലങ്ങ് കരുതിപ്പോയി. ആരോട് പറഞ്ഞില്ല, അയാളുടെ മനസ്സിൽ അങ്ങനെ വന്നു. ഏതായാലും മദീനയിൽ പോവല്ലേ, അവിടെ ചെന്നിട്ട് നല്ലൊരു പെണ്ണ് കെട്ടണോന്ന് അയാൾ ഇങ്ങനെ മനസ്സിൽ കരുതിയതാ. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു മനുഷ്യൻ എന്താണോ കരുതുന്നത് ആ കരുതിയത് അവനുണ്ടാകും.
ഒരാൾ അല്ലാഹുവിനെയും റസൂലും ഉദ്ദേശിച്ചാണോ ഹിജ്റ പോകുന്നതെങ്കിൽ അതിന്റെ ഫലം അവനുണ്ടാകും. ഒരു പെണ്ണിനെ കരുതിയിട്ടാണ് പോകുന്നതെങ്കിൽ അവളെ വിവാഹം ചെയ്യാം. സദഖ റസൂലുള്ളാഹി. അപ്പോഴാണ് ഈ സഹാബി മൂക്കത്ത് വരലിച്ചു, പടച്ചോനെ മനസ്സിൽ കണ്ടത് അള്ളാന്റെ ഹബീബ് അറിഞ്ഞ അതാണ് അള്ളാന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത്. ഇവിടെയാണ് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് നീയത്തില്ലാത്ത ഒരു അമലും സ്വീകാര്യമല്ല. അപ്പൊ എന്ത് വേണം? നീയത്തിന്റെ സ്ഥലം എന്താണ്? ഖൽബാണ്. ചില വസ്വാസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടല്ലോ, വസ്വാസ്. എന്താ വസ്വാസ്? ഉസല്ലി ഉസല്ലി ഉസ 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 ഉസല്ലി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറെ ഒരു കളി കളിക്കും. നമ്മളെ ദർശനുണ്ടായിരുന്നു ഒരു ചങ്ങായി. ഓനെന്താക്കല നീയത്ത് വെക്കുമ്പോ, കുളിക്കുമ്പോ നീയത്ത് വെക്കും. ഉറക്കം കുറച്ച് വിശ്വാസം കൂടുതലാ. ഉറക്ക നീയത്ത് വെക്കുമ്പോ ഇങ്ങനെ കുളിയെന്ന ഫർള് എന്നൊക്കെ പറഞ്ഞ് കുളിയെന്ന ഫർളിനെ അല്ലെങ്കിൽ ഒലു എന്ന ഫർള്, ഒലു എന്ന ഫർളിനെ ഞാൻ ഉലു എന്ന ഫർളിനെ ഞാൻ ഉലൂഹ് എന്ന ഫർളിനെ ഞാൻ, അതായത് മൊയ്തീൻ കുട്ടിയുടെ മകനായ ജബ്ബാർ എന്ന ഞാൻ. ഇതെന്തോ സുവാസ? കാട് കയറിയ സുവാസ്. ചിലർക്ക് അങ്ങനെ ഉണ്ട്. ചില പെണ്ണുങ്ങളൊക്കെ ദ്വാരക്കാനൊക്കെ ഇഷ്ടം. ഉസ്താദ് വസ്വാസിനുണ്ട് ദ്വാര. വസ്വാസ് എന്ന് പറയുന്നത് ഒരു പൈശാചികതയുടെ ഭാഗമാണ്. ശ്രദ്ധിക്കണം. വസ്വാസ് മാറാൻ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. നീയത്തിലുള്ള വസ്വാസ് മാറാൻ ഏറ്റവും നല്ല മരുന്ന് എന്താ അറിയോ? ചിലർ അത്തയ്യ തോടുമ്പോ അത്തൈ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അവിടെ ഒന്നും വിശ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യം. നീയത്തിൽ വിശ്വാസം വരുമ്പോ അതിന് മരുന്ന് എന്താ അറിയോ? നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സുകൊണ്ട് കരുതൽ നിർബന്ധമാണ്. ഈ ഉസല്ലി ഉസല്ലി എന്ന് പല പ്രാവശ്യം പറയേണ്ടി വരുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇനി മുതൽ നാവ് കൊണ്ടൊന്നും പറയണ്ട, ഒരൊറ്റ നൃത്തം, ഒന്നും മിണ്ടണ്ട, നാവ് അനക്കാതെ വെക്കുക, മനസ്സിൽ മാത്രം കരുതിയാൽ മതി. ഒരു 3 മാസം അങ്ങനെ ചെയ്താൽ വിശ്വാസ് പമ്പ കിടക്കും. ഇനി പറച്ചിലാ ശരിയാക്കുന്നത്, മനസ്സെവിടെയോ ആണ്. അപ്പൊ പറച്ചിലെന്താണ്? സുന്നത്താണ്, കരുത്തു നിർബന്ധമാണ്. അത് നീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ നോമ്പിനിക്ക്, എല്ലാ ഇബാദത്തിനും നോമ്പ് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നീയത്ത് നിർബന്ധമാണ്. അത് സ്വഹിയാകണമെങ്കിൽ നീയത്ത് നിർബന്ധമാണ്. നീയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നീയത്ത് വെക്കുമ്പോൾ എന്ത് വേണം? ചില കാര്യങ്ങൾ നീയത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീയത്ത് വെക്കുമ്പോ നിസ്കാരത്തിൽ നീയത്ത് വെച്ചാലും മതി. ഒരാളെ ഇശാ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ വെച്ച് തന്നെ നവൈത്തു സൗമഗദിൻ അന്നദായി ഫർള് റമദാനി ഹദീസനത്തിൽ ഇല്ലാഹി തആല എന്ന് മനസ്സിൽ കരുതി. നാമോണ്ട് പറഞ്ഞില്ല, മനസ്സിൽ കരുതി നിസ്കാരത്തിൽ, എന്നാലും കുഴപ്പമില്ല. ഒരാള് പിന്നെ തിന്നുന്നതിന്റെ ഇടയിൽ മനസ്സിൽ കരുതി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീയത്ത് രാത്രിയിലായിരിക്കണം. മഹാനായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലം യബീത് അസ്സിയാമ ഖബ്ലൽ ഫജ്ർ ഫലാ സിയാമ ലഹു. കണ്ടോ, ഒരാള് സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് നിയത്ത് വെച്ചില്ലെങ്കിൽ അവന് നോമ്പ് കിട്ടുന്നതല്ല, അവന് നോമ്പില്ല. അപ്പൊ സുബ്ഹിക്ക് മുമ്പ് രാത്രിയിലായിരിക്കണം നിയത്ത് വെക്കേണ്ടത്. അപ്പൊ രാത്രി എന്ന് പറയുമ്പോ എപ്പോഴാ ഈ രാത്രി തുടങ്ങുന്നത്? മഗ്രിബ് മുതൽ സുബ്ഹിന്റെ മുമ്പ് എപ്പോ വേണമെങ്കിലും വെക്കാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോ വേണമെങ്കിലും നിയത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ആ നിയത്ത് ഖൽബ് കൊണ്ട് കരുതുന്നതാണ് പ്രാധാന്യം. ഇതിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവം, നമ്മളെ എല്ലാ സ്ഥലത്തും ഇപ്പൊ കാണുന്നുണ്ടാ, തറാവി നിസ്കാരം കഴിഞ്ഞാൽ നിയത്ത് ചെയ്യല. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഉസ്താദ് പറയാൻ എങ്കോ ആയിട്ട് അങ്ങോട്ട് എങ്ങനെ പോകന്നെ, അന്നതായി അന്നതായി ഇന്നതായി ഇന്നതായി എന്തായി ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ടാവും. മനസ്സിനിങ്ങനെ മൂപ്പരെവിടെയോ മൊബൈൽ നോക്കിയിട്ട് അല്ലെങ്കിൽ കോളർ തിരുമ്പിയിട്ട് പോക്കറ്റ് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും. മനസ്സെവിടെയോ ആണ്. ആ നീയത്തിൽ മനസ്സ് കൊണ്ടുവരണം. ആ ഹൃദയ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് ഉസ്താദ് പറയുന്നത് എന്തിനാണെന്നറിയോ? ആ നീയത്തിന്റെ പദങ്ങൾ പഠിപ്പിക്കാനാണ്. അത് ഉസ്താദ് പഠിപ്പിക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദ് റമദാൻ ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കൊണ്ട് നാവുകൊണ്ട് പറയണം. മനസ്സിൽ കരുതിയിട്ട് പറയണം. വെറും അദര വ്യായാമം നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നീയത്ത് വെക്കാം. നീയത്ത് വെച്ചതിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്താൽ നീയത്ത് മടക്കേണ്ടതുണ്ടോ? നോമ്പുറിയുന്ന കാര്യങ്ങൾ കുറെ പറയാനുണ്ട്.
അഥവാ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിഞ്ഞ്, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിഞ്ഞ്, സംയോഗം ചെയ്താൽ നോമ്പ് മുറിഞ്ഞ്, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്ത് കയറിയാലും നോമ്പ് മുറിഞ്ഞ്, ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിഞ്ഞ്, ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ നീയത്ത് വെച്ചതിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വല്ലവരും ചെയ്താൽ നീയത്ത് മടക്കേണ്ടതുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മടക്കേണ്ടതില്ല. ജസാക്കുമുല്ലാഹു ഖൈറ. അല്ലാഹു നാഫിഅലും പ്രദാനം ചെയ്യട്ടെ. എന്നാ പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ട് നീയത്ത് വെച്ചിട്ട് ഒന്നും തിന്നാൻ പറ്റൂല, വളരെ സൂക്ഷിക്കേണ്ടി വരും. എന്നാൽ തറാവീഹിന് ശേഷം നീയത്ത് വെച്ചാലും അത്തായം കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് ഒന്നുകൂടെ നീയത്ത് പുതുക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ നീയത്ത് വെക്കേണ്ടത് രാത്രിയിലാണ്. തറാവീഹിക്ക് ശേഷമായാലും മഗ്‌രിബിന് ശേഷമായാലും ഏറ്റവും നല്ലത് അത്തായം കഴിഞ്ഞിട്ട് വെക്കലാണ്. ഇനി രാത്രി വെച്ചാലും അത്തായത്തിന്റെ സമയത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഇനി ഒരാൾ നീയത്ത് വെക്കാൻ മറന്നു, അത്തായം കഴിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നീയത്ത് വെച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ നീയത്ത് വെച്ചില്ല എന്നൊരാൾക്ക് ഉറപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ വിധി എന്താ? നോമ്പുണ്ടോ? ഇല്ല. എന്നാ അവനക്ക് രാവിലെ ചായ കുടിക്കാൻ പറ്റുമോ? ഉച്ചക്ക് ചോറ് കഴിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? നോമ്പില്ലല്ലോ, നീയത്ത് വെച്ചില്ല, അതും പറ്റൂല. കുടുങ്ങിയതന്നെ ഇതിന്റെ പേരാണ് മലപ്പുറക്കാര് കുഞ്ഞിരായും കുടുക്ക് എന്ന് പറയല്. വല്ലാത്ത കുടുക്ക്. നോമ്പുമില്ല, തിന്നാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. തിന്നാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. എന്റെ കാരണം എനിക്ക് നോമ്പില്ലല്ലോ, പിന്നെ തിന്നുന്നതിനെന്താ, കുടിക്കുന്നതിനെന്താ? പറ്റൂല. നോമ്പ് നോക്കാൻ നീയത്ത് മറന്നാലും അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ നിൽക്കണം. കണ്ടോ? നോമ്പിന്റെ മഹത്വമാണ്, നോമ്പിന്റെ പവിത്രതയാണ്. വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ നിൽക്കുകയും ആ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വിട്ടുകയും വേണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ധാരണ ഉണ്ട്, പകൽ സമയത്ത് നീയത്ത് വെച്ചാൽ നോമ്പ് മുറിയൂൻ. കിച്ചൻ മസാല അങ്ങനെ പറയാം. ചിക്കൻ മസാല അല്ല, കിച്ചൻ മസാല. കിച്ചൻ മസാല അറിഞ്ഞിട്ട് കുറെ മസാല ഉണ്ട്. കിച്ചൻ മസാല അങ്ങനെ ആരോ പറഞ്ഞല്ലോ, നീയത്ത് വെച്ചാൽ നോമ്പ് മുറിയോ. ഒരാൾ നോമ്പ് നോക്കിയിട്ട് പകൽ സമയത്ത് നവൈതു സൗമഖദിൻ അന്നദാ എന്ന് പറഞ്ഞ ആൾ നോമ്പ് മുറിയോ? അതെങ്ങനെയെന്ന് പറയാം അത് വന്നത്? രാത്രി നീയത്ത് വെക്കാത്ത ഒരാള് പകല് വെച്ചിട്ട് കാര്യമല്ല, നോമ്പ് കിട്ടൂല എന്നതിൽ നിന്ന് വന്നതാണ്. ആ ഒരു ഭാഗത്തിൽ നിന്നാണ് പകല് നോമ്പ് നോക്കിയിട്ട് നീയത്ത് വെച്ചുകൂടാന്ന് പറയും. പകല് നോമ്പ് നോക്കിയിട്ട് നീയത്ത് വെച്ചാലും ഒരു പ്രശ്നമല്ല, രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ. വെച്ചില്ലെങ്കിൽ പിന്നെ നോമ്പന്നെ ഇല്ലല്ലോ. ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പറയാം. നോക്ക്, വലൗ അഖിബൻ നിയ്യ, നിയ്യത്ത് ചെയ്ത ഉടനെ ഇൻഷാ അല്ലാഹ് ബിഖൽബിഹി ഔ ബിലിസാനിഹി, ഒരാള് ഖൽബ് കൊണ്ടോ മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ നോമ്പ് നീയത്ത് വെച്ച ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്താൽ അതൊരു ഉപാധിയായി പോകും എന്ന നിലക്ക് ഇബാദത്തിനിക്ക് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് നീയത്തിന്റെ കൂടെ ഞാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ നോമ്പോക്കുള്ളൂ എന്ന ആ നിബന്ധന ചേർത്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പറയുന്നതെങ്കിൽ ഒരിക്കലും അവന്റെ നീയത്ത് സഹിയാകുന്നതല്ല. എന്നാൽ ഒരു കാര്യം നാളെ ചെയ്യാമെന്നതിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് വേണമെന്ന ആ ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞതെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ ഇൻഷാ അല്ലാഹ് പറയുമ്പോ ബർക്കത്ത് ഉദ്ദേശിക്കണം. ഏതുപോലെ നിസ്കാരത്തിന് ഇമാമിന് തെറ്റിയാല് ബേക്കലുള്ള ആള് ഓടി കൊടുക്കലുണ്ട് അല്ലെ, ഉണർത്തി കൊടുക്കല്. ആ ഉണർത്തുന്ന ഒരാള് ഇമാമിനെ ഉണർത്തുകയാണ് എന്ന നിയ്യത്തോട് കൂടെ ഉണർത്തിയാൽ അയാളെ നിസ്കാരം ബാത്തിലായി. അങ്ങനെ ഉണർത്താൻ പറ്റൂല. പിന്നെന്താ ഉണർത്തേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു ദിക്ർ ചെല്ലുന്നു എന്ന നിയ്യത്തോടു കൂടെയാണ് ഉണർത്തേണ്ടത്. അവിടെ ഉദ്ദേശം മാറിപ്പോകാൻ പാടില്ല. ഉദ്ദേശം കൊണ്ട് മാത്രം ഒരു കാര്യം വലിയൊരു സംഭവമായി മാറിയാണ്. അതാണ് നീയത്തിന്റെ വിഷയം. നോക്ക്, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അവര് ശാരീരികമായി ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. നാട്ടുകാരറിഞ്ഞു, കുടുംബക്കാരറിഞ്ഞു, വലിയ പ്രശ്നമായി. അവസാനം അവന് തന്നെ കെട്ടിച്ചൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് ആ ഗർഭിണിയായ പെണ്ണിനെ പിതാവിന്റെ സമ്മതത്തോടുകൂടെ നിക്കാഹ് ചെയ്ത് പിന്നീട് അങ്ങോട്ടുള്ള ബന്ധം ഹലാലാക്കി കൊടുത്താൽ ഈ ജനിക്കുന്ന കുഞ്ഞിന്റെ വിധി എന്താണ്? ആ കുട്ടി എപ്പോഴും ജാരസന്തതിയാണ്. അവനിക്ക് പിതാവ് എന്ന വിലായത്തിന്റെ അധികാരമില്ല. ആ ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഈ ഉപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വരെ അധികാരമില്ല. അനന്തരാവകാശത്തിന്റെ പ്രശ്നങ്ങളിലും ഒരു ഭാഗവാക്കാകുന്ന വിഷയത്തിലും അവിടെ ബന്ധമില്ല. കണ്ടോ നിങ്ങൾ, ഇത് ബന്ധപ്പെട്ടത് അവൻ തന്നെയാണ്. DNA പരിശോധിക്കേണ്ട ആവശ്യമില്ല. 100% അവന്റെ കുഞ്ഞാണ് എന്ന് ഉറപ്പിച്ചിട്ടായാൽ പോലും അവിടെ ഒരു ഇന്നാലിന്റെ മഹറിന് പകരം എന്റെ
അടിമകളെ കെട്ടിച്ചു തന്നു എന്ന ഒരൊറ്റ വാക്കും ഖബിൽതു മിൻക നികാഹ എന്ന വാക്കില്ലാത്തതിന്റെ പേരിൽ ആ കുട്ടിക്ക് വരെ അഡ്രസ് ഇല്ലാതെയായെങ്കിൽ ഒരു വാക്കിന്റെ നിയ്യത്തിന്റെ പവർ എന്താ? ചില്ലറ കാര്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് മസ്റ്റാണ്, നിയ്യത്ത് മസ്റ്റാണ്. അത് രാത്രിയിൽ ചെയ്യണം, അത് ഉറക്കച്ചൊല്ലിയാലും പതുക്കെ ചൊല്ലിയാലും മനസ്സിൽ കരുതലാണ് പ്രാധാന്യം. പിന്നെ അതുപോലെ തന്നെ നിയ്യത്ത് വെക്കുമ്പോൾ പ്രത്യേകമായി അത് നിർണയിക്കണം. എന്ത് വേണം? ഞാൻ നാളെ നോമ്പോക്കാൻ കരുതി, പറ്റൂല. നവൈതു സൗമഗദിൻ, ഞാൻ നാളെ നോമ്പോക്കാൻ കരുതി എന്ന് നിരുപാധികം കരുതിയാൻ പറ്റൂല. എന്ത് വേണം? നവൈതു സൗമഗദിൻ അൻ അദാഇ, അദാ പറഞ്ഞില്ലെങ്കിലും ഫറളാക്കപ്പെട്ട നോമ്പ് ഞാൻ നാളെ നോക്കാൻ കരുതി എന്ന് പറയണം. അവിടെ എന്താണോ കരുതുന്നത് ആ കരുതുന്നതാണ് അവനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നാളെ ഞാൻ നോമ്പ് നോക്കാൻ കരുതി എന്നുള്ള ആ ഒരു നിരുപാധിക കരുത് പറ്റൂല. കാരണം എന്തു നോമ്പാ? സുന്നത്ത് നോമ്പാണെങ്കിൽ സുന്നത്ത്, അത് ഏത് സുന്നത്താണെങ്കിൽ ആ സുന്നത്ത്. അതുകൊണ്ട് ഫറളാക്കപ്പെട്ട നോമ്പിനെ നാളെ നോക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് തന്നെ നിയത്ത് വെക്കണം. ആ നിയത്തിന്റെ സമ്പൂർണമായ രൂപം നവൈതു. അതിന്റെ എന്താ? നവൈതു സൗമ റമളാൻ മതി നിയത്ത് ചെയ്യാൻ. നവൈതു സൗമ റമളാൻ അല്ലെങ്കിൽ നവൈതു സൗമ അൻ റമളാൻ. അവിടെ നാളെ എന്ന് പറഞ്ഞില്ലെങ്കിലും അദാ എന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലാഹു തആലാക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അദാ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാളത്തെ നോമ്പ് അദാ തന്നെ. അള്ളാഹ് എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നോമ്പാർക്കന്നെ, അള്ളാഹുവിന് തന്നെ. അതുപോലെ പിന്നെ എന്താ? നാളെ എന്ന് പറഞ്ഞാലും മറ്റന്നാവൂല. അത് നാളെ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരാൾ പറയാ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ മറ്റന്നാളത്തെ നോമ്പ് നോക്കാൻ കരുതി. എന്താ കരുതിയാലോ? നാളെ കഴിഞ്ഞിട്ടല്ലേ മറ്റന്നാൾ. ഇനി മറ്റന്നാൾ കരുതിയാലും നാളെന്ന് കരുതിയാലും നാളെ തന്നെ. അപ്പൊ ഈ നാളെ എന്നുള്ളതും അള്ളാഹ് എന്നുള്ളതും അദാ എന്നുള്ളതും സുന്നത്താണ്. ഇതുപോലെ നമ്മളെ നിസ്കാരത്തിന് നിയത്ത് വെക്കുമ്പോ ഉസല്ലി ഫർള സ്വലാത്തുൽ ഇശാഇ അർബഅ റകഅത്തിൻ മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാൻ ലില്ലാഹി തആല. അതല്ലേ നിയത്ത്? അല്ല ഇവിടെ വേറെ ഏതെങ്കിലും നിയത്തുണ്ടോ? ഇല്ല, അതന്നെ നിയത്ത് തന്നെ. അപ്പൊ ഇവിടെ എന്ത് മതി? ഉസല്ലി ഫർളൽ ഇശാ അല്ലാഹു അക്ബർ, അത് മതി. നിയത്ത് സഹിയാകാൻ അത് മതി. അല്ലാഹ് ഉസ്താദ് ഒരു സംശയം ചോദിച്ചു, നാളെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നാളെ എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതികളുണ്ട്. അഥവാ പിന്നെ നമ്മള് ഭൗതികപരമായി ഇംഗ്ലീഷ് മലയാളം ഭൗതികമായ കാര്യങ്ങളിലൊക്കെ രാത്രി 12 മണി കഴിഞ്ഞാൽ നാളെ എന്ന് പറയുള്ളൂ. അഥവാ AM ആഫ്റ്റർ മോർണിംഗ്. 12 മണി വരെ പ്രീ മോർണിംഗ് ആണ്, അല്ലെ? പ്രീ മോർണിംഗ് ആണ്. അപ്പൊ പ്രീ മോർണിംഗ് രാത്രി 12 മണി വരെ PM ആണ്. 12 കഴിഞ്ഞാൽ 12:01 മുതൽ AM ആണ്. അപ്പൊ 12 കഴിഞ്ഞാൽ പിന്നെ എന്തായി? റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. 12 മണിക്ക് ശേഷമുള്ള ടിക്കറ്റാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ 15-ാം തീയതി 16-ാം തീയതിന്റെ ട്രെയിന് രാത്രി 12:05 15-ാം തീയതി ഒരുക്കി കൊടുത്താൽ സ്റ്റേഷൻ എന്ന് പറയും വണ്ടി ഇന്നലെ പോയി, വണ്ടി കിട്ടില്ല, വണ്ടി ഇന്നലെ പോയി എന്ന് പറയും, അല്ലെ? അപ്പൊ ഇസ്ലാമികപരമായിട്ട് നമുക്ക് ആരംഭിക്കുന്നത് മഗ്രിബോട് കൂടെയാണ്. ഇന്ന് മഗ്രിബ് കഴിഞ്ഞാൽ, അല്ലെ? ഇന്നിപ്പോ നാളെ എന്താഴ്ചയാണ്? നമ്മളെ നാട്ടിലൊക്കെ വ്യാഴാഴ്ചയാണ് നാളെ. ഇവിടെ എന്താ? കുട്ടികളൊക്കെ പോയാ? വ്യാഴാഴ്ച തന്നെയല്ലേ? അപ്പൊ ഇപ്പൊ എന്താണ് വ്യാഴാഴ്ച? ഇപ്പൊ നമ്മളെന്താ പറയുക? വ്യാഴാഴ്ച രാവ്. ബുധനാഴ്ച ആയിട്ട് യാതൊരു ബന്ധമല്ല. ഇപ്പൊ വ്യാഴാഴ്ച രാവ്. നാളെ സുബഹിയാകുമ്പോ നമ്മൾ വ്യാഴാഴ്ച പകൽ. നാളെ മഗ്രിബാകുമ്പോ വ്യാഴാഴ്ച നമ്മളെ പട്ടികയിൽ നിന്ന് പോയി, പിന്നെ വെള്ളിയാഴ്ചയായി. അപ്പൊ നമുക്ക് ഉറൂബോടുകൂടെ, അസ്തമാനത്തോടുകൂടെയാണ് നാളെ ആരംഭിക്കുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ രാവ്, നാളത്തെ പകലല്ല. ഈ ഗദൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ പകലാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. എന്നൊക്കെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നിൽക്കണം. അപ്പൊ പ്രാതൽ ഭക്ഷണം. അപ്പൊ പ്രാതൽ ഗദ ഖുർആൻ അങ്ങനെയാ പ്രയോഗിച്ചത്. അപ്പൊ ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ പകൽ. മനസ്സിലായോ? അപ്പൊ നവൈത്ത് സൗമ ഗദ എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷം നീയത്ത് വെക്കുമ്പോ നവൈത്തു സൗമൽ യൗം, ഇന്നത്തെ നോമ്പ് എന്നല്ല. 12 മണി കഴിഞ്ഞാൽ നമ്മൾ നീയത്ത് വെക്കേണ്ട എങ്ങനെ? ഗദൻ എന്നാണ്.
ഈ നോമ്പ് പകലേ ഉള്ളൂ, 24 മണിക്കൂർ നോമ്പില്ല. 24 മണിക്കൂർ നോമ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇന്നത്തെ തന്നെ പറയായിരുന്നു. നോമ്പ് പറഞ്ഞാൽ എന്താ? പകലാ നോമ്പ്. പകൽ മണി വരുന്ന സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നാളെ വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണ്. ഇനിയിപ്പോ നാളെ നോമ്പ് നോക്കുന്ന ആൾ എപ്പോഴാ കരുതേണ്ടത്? ഇപ്പം തന്നെ കരുതുമ്പോ നവൈതു സൗമൻ. അതുകൊണ്ട് ഞാൻ നോമ്പിനെ കരുതി, സൗമ കഠിൻ, നാളത്തെ നോമ്പ് തന്നെ കരുതുന്നുണ്ട്. നാളെ യൗമുൽ ഖമീസ്, ആ യൗമുൽ ഖമീസ് വ്യാഴാഴ്ചത്തെ നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ നാളെ പകലത്തെ നോമ്പിനാ. അപ്പൊ പകൽ ടൈം കൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ രാവ് ഇവിടെ കടന്നു വരുന്നില്ല. പിന്നെ അപ്പൊ എന്ത് വേണം? നിയത്ത് ചെയ്യുമ്പോ നബൈതു സൗമ റമളാൻ എന്ന് കരുതിയാലും മതി, നബൈതു സൗമ അൻ റമളാൻ എന്ന് കരുതിയാൽ മതി. അതേപോലെ നിയത്തിന്റെ പൂർണ്ണമായ രൂപം നബൈതു സൗമ ഖദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. അങ്ങനെയല്ല, ഹാദിഹി സനതി ഈമാനം വഇതിസാബൻ ലില്ലാഹി തആല. അതാണ് പൂർണ്ണ രൂപം. അതേത് പള്ളിയിലും പറയുന്നില്ല. ഈമാനും ഇതിസാബൊക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ, പറഞ്ഞില്ലെങ്കിലും സാരമില്ല അല്ലേ? നബൈതു സൗമ ഖദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ഈമാനം വഇതിസാബൻ. വിശ്വാസേച്ഛയോടെ വിശ്വാസത്തോടെ പ്രതിഫലച്ചയോടെ നോമ്പ് അങ്ങനെയാവണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ റമളാന ഈമാനം വഇതിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാളുടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഈമാനും ഇഹ്തിസാബും എന്ന നിലക്ക് നോമ്പ് നോക്കണം. അഥവാ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടെ നോമ്പ് നോക്കണം. നോമ്പ് അങ്ങനെയാണ്. മഹാനായ അബീ ഉമമ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് മുർനി ബിഅമൽ, എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരോ, ഒരു അമൽ കൽപ്പിക്കൂ നബിയെ. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സൗം, നോമ്പ് നോക്കിക്കോ. രണ്ടാമതും ആ സ്വഹാബി പറയുന്നു, മുർനി ബിഅമൽ അലൈക ബിസ്സൗം, മുർനി ബിഅമൽ അലൈക ബിസ്സൗം. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നോമ്പ് നോക്കിക്കോ, നോമ്പ് നോക്കിക്കോ, നോമ്പ് നോക്കിക്കോ എന്നാണ്. കാരണം ആ നോമ്പിന്റെ പ്രാധാന്യം അങ്ങനെയാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സലാസു ദഅവാത്, 3 പ്രാർത്ഥനകൾ, ലാ തുറദ്ദു ദഅവത്തുൽ ഇമാമുൽ ആദിൽ ودعوة المظلوم ودعوة الصائم عند فطره أو كما قال رسول الله. നീതിമാനായ ഭരണാധിപന്റെ പ്രാർത്ഥനയും ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയും നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയും അല്ലാഹു ഒരിക്കലും തട്ടുകയില്ല, സ്വീകരിക്കും. ഇതൊക്കെ നോമ്പിന്റെ പവറിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ആ വിഷയം അപ്പൊ പൂർണ്ണമായ രൂപം പറയുമ്പോ എന്റെ ഈമാനം വാറ്റിസാബൻ എന്ന് കൂട്ടലും എന്താണ്? അത് നല്ലതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു, സുന്നത്ത് നോമ്പിന് എന്റെ ബാധകമല്ല കേട്ടോ, സുന്നത്ത് നോമ്പിന് അത് ബാധകമല്ല. ഏത് ബാധകമല്ല? നിയത്ത് രാത്രി തന്നെ ആയിക്കൊള്ളുന്നില്ല. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ ബീബി ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, മഹദിയ പറയുകയാണ്, ദഖല അലയ്യ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ആയിഷ ഹൽ അൻദകും ഷൈ, വല്ലതും ബാക്കിയുണ്ടോ ആയിഷ? എനിക്ക് വല്ലാതെ വിശക്കുന്നു ആയിഷ. നബി തങ്ങൾ പകൽ സമയത്ത് രാവിലെ ഉച്ചക്ക് മുമ്പ് രാവിലെ സമയത്ത് വന്നിട്ട് ആയിഷാവിന്റെ വീട്ടിൽ കയറിച്ചു. ആയിഷ വല്ലാത്ത വിശപ്പാണ് ആയിഷ, എന്തെങ്കിലും തിന്നാനുണ്ടോ? ആയിഷ പറഞ്ഞു, ലാ, ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. ഖാല ഫഇന്നി ഇദൻ സായിമുൻ, എന്നാൽ എനിക്ക് നോമ്പാണ്. കണ്ടോ? അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് സുന്നത്ത് നോമ്പിനിക്ക് പകൽ നീയത്തീരാ മതി. നമ്മളെ ഭാര്യമാരോട് നമ്മളെ പോയിട്ട് ചോദിക്കാം, ഖദീജ എന്റെ അടി തിന്നാനുള്ളത് ഒന്നുമില്ല, പിന്നെ നിനക്ക് എന്തേനോടെ പണി? നീ എന്താ കയ്യിലൂട്ടിയതാ? എത്ര സമയമായി? എന്തൊക്കെ പറയാനുണ്ടോ നമുക്ക്? റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ദാമ്പത്യത്തിന്റെ ആ ഒരു ശൈലിയും അതൊക്കെ പറഞ്ഞാൽ തീരുവല്ലെന്ന്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. എപ്പോഴെങ്കിലും പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതാണ് സുന്നത്ത് നോമ്പിനിക്ക് എന്റെ വേണ്ടി ഉച്ചക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാ? നല്ല വിശന്ന്. ഇപ്പൊ നാളെ വ്യാഴാഴ്ചയാണ്. നാളെ ഞങ്ങള് രാവിലെ കട്ടൻ ചായ ഒന്നും കുടിച്ചില്ല, ഒന്നും കഴിച്ചില്ല, പള്ളിയിൽ പോയി. ആരെക്കൂടെ എന്തോ പ്രശ്നത്തിലായിട്ട് സമയം 11 മണിയായി പോയി, പച്ചവെള്ളം പോലും കുടിച്ചില്ല. 11 മണിയാകുമ്പോ വീട്ടിലേക്ക് വരുമ്പോ ചോദിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം കാര്യമായി പോയി. സാരമില്ല, എനിക്കിന്ന് നോമ്പാണ്. എന്നാ രാവിലത്തെയും കൂടെ കൂട്ടിയിട്ട് ഖളാ വീട്ടിയിട്ട് ഉച്ചക്ക് തിന്നു നമ്മള്, അല്ലെ? അതിന്റെ പരീക്ഷ അടക്കം തിന്നു.
ഇരിക്കട്ടെ. അപ്പൊ നിയ്യത്തിന്റെ വിഷയം അങ്ങനെയാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് സഹിയാകണമെങ്കിൽ ഒന്ന് നിയ്യത്ത് വേണം. രണ്ടാമത്തത് എന്ത് വേണം? പിന്നെ അൽ ഇംസാഖു അനിൽ ജിമാഇ അംദൻ, സംയോഗം പാടില്ല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലോ അത് ബന്ധം ഹറാമാവട്ടെ ഹലാലാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും എന്തില്ല, അൽ ജാഹിലു മുക്രിഹ് ഫൽ ജിമാഉ ഗൈറു, പിന്നെ പല രൂപത്തിലും ഈ ജിമാ സ്വന്തം ഭാര്യയാവട്ടെ അല്ലെങ്കിൽ ഒരാൾ വ്യഭിചാരത്തിന് അങ്ങനെ വിട്ടുപോയി ഏതെങ്കിലും ഒരു നിലക്ക് സംയോഗം നടന്നാൽ ആ സംയോഗം കൊണ്ട് നോമ്പുണ്ടായി പോകും, മുറിഞ്ഞു പോകും. അതുകൊണ്ട് വികാര വിചാരങ്ങളെ നിയന്ത്രിക്കലാണ് നോമ്പുകാരന്. ഉണ്ടാകാൻ പാടില്ല, വികാരമുണ്ടാകാൻ പാടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് പെണ്ണിനിക്ക് ചെലവര് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ഓൾക്ക് അങ്ങോട്ട് സ്വർണം വാങ്ങി കൊടുക്കാനും പണം വാങ്ങി പിന്നെ ഡ്രസ് വാങ്ങി കൊടുക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. അഥവാ പെണ്ണ് കെട്ടാനുള്ള പൈസ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ എന്ത് വേണം? പെണ്ണിനോട് 2 ലക്ഷവും 100 പവനവും കാറും സ്ഥലവും വാങ്ങിക്കോളിന്നല്ല, അലൈക ബിസ്സൗം, നോമ്പോക്കിക്കോളി. ഇതാരൊക്കെ കേൾക്കുമ്പോ പറയും എന്ത് പിരാണ്ട വർത്താനൊക്കെ തോന്നിപ്പോ അല്ലെ. പെണ്ണെട്ടാൻ കഴിഞ്ഞില്ലേ, നീ പെണ്ണെട്ടിക്കോ. എനിക്കൊരു പെണ്ണെട്ടണം. പെണ്ണെട്ടാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, എന്നൊക്കെ നോമ്പോക്കിക്കോ. ഈ പെണ്ണെട്ടലും നോമ്പോക്കലും തമ്മിലുള്ള ബന്ധം എന്താ? അതപ്പോ മനസ്സിലാകാത്തത്. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ വികാരം നൈസർഗികമായ വാസനയാണ്. ആ വികാരം അടക്കി വെക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നോമ്പാണ്. നോമ്പുകാരൻ വിശന്നുകൊണ്ട് അവന്റെ വയറൊക്കെ കാലിയാകുമ്പോൾ വികാര വിചാരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഒരന്യ പെണ്ണിനെ നോക്കണമെന്നോ ഒരു ഭാര്യയുമായി രമിക്കണമെന്നോ സംയോഗം ചെയ്യണമെന്നോ എന്ന ചിന്ത ഒരു യഥാർത്ഥ നോമ്പുകാരൻ ാകൂല. അതുകൊണ്ട് സംയോഗ ചിന്ത വരാൻ പാടില്ല. ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുന്ന രൂപത്തില് ചുംബനങ്ങൾ പാടില്ല, സംസർഗങ്ങൾ പാടില്ല, ദർശനം പാടില്ല, സ്പർശനം പാടില്ല. അങ്ങനെ സ്കരിച്ചു പോയാൽ നോമ്പ് ബാത്തിലായി പോകുന്നതാണ്. അതിനെ തൊട്ട് പിടിച്ചു വെക്കണം. അപ്പൊ ഒരു ഭാര്യനെ നോമ്പോക്കിട്ട് ചുംബിച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ ചുംബനത്തിലൂടെ ഇന്ദ്രിയ സ്ഖലനം വരുമെന്ന് പേടിച്ചാൽ അവിടെ ചുംബിക്കാതിരിക്കലാണ് വേണ്ടത്. അപ്പൊ ഇന്ദ്രിയം സ്കരിക്കാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും അടക്കപ്പെടണം. അതാണ് അൽ ഇംസാഖു അനിൽ ജിമാ, സംയോഗം പാടില്ല. അത് നോമ്പുകാരനിക്ക് അത് പാടില്ല. അങ്ങനെ ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയാൽ അത് വലിയ ഡേഞ്ചറാണ്. അതിന് വലിയ പ്രായശ്ചിത്തം നമ്മൾ കൊടുക്കേണ്ടി വരും, വലിയ ശിക്ഷയാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾ മറന്നിട്ട് ഇടാലോ, മറന്നുപോയാൽ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, മറവിക്കും എന്താണ് ഉറക്കിനിക്കും എന്താണ് വിട്ടുവീഴ്ചയുണ്ട്. മറവി, ഉറക്കം, അതിനൊരു ഒസയുണ്ട്. ഒരാൾ മറന്നു, അയാൾക്ക് നോമ്പാണുള്ള ഓർമ്മയില്ല. ഞാൻ ഗൾഫിൽ നിന്ന് 4 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ്. വരുമ്പോ തന്നെ ഭാര്യനെ കണ്ടപ്പോ നോമ്പൊക്കെ മറന്നുപോയി, നോമ്പാണെന്നുള്ള ഓർമ്മയില്ല. ആ രൂപത്തിലായി പോയി. എന്നാ നോമ്പ് മറന്നാലും നോമ്പ് നോക്കിയിട്ട് സംയോഗം പാടില്ല എന്നുള്ള അറിവില്ലാത്തതിന്റെ പേരിലും എങ്ങനെയെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ നോമ്പ് മുറിയില്ല. പക്ഷെ ഇവിടെ വേറൊരു കാര്യം ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു മാർഗവും അള്ളാന്റെ മുമ്പിലില്ല. കാരണം പഠിക്കാനുള്ള 10,000 അവസരങ്ങളും ചാൻസുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലേ? പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു 10 ദിവസം കൂടെ ഒരു വയല് മാത്രമേ ഉള്ളൂ. എത്ര മതപ്രഭാഷണങ്ങളാണ്. വയലിന് പോകേണ്ട ആവശ്യമില്ല, അല്ലേ? ഈ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ടാബിലോ ഇരുന്നിട്ട് നമ്മൾ യൂട്യൂബും മറ്റും തുറന്നു നോക്കിയാൽ പ്രഭാഷണം എന്ന് തന്നെ ഇസ്ലാമിക് പ്രഭാഷണം എന്നടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമായ 100 കണക്കിന് പ്രഭാഷണങ്ങളുടെ ജാലകങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കേൾക്കാൻ കഴിയും. പക്ഷെ കേൾക്കുമ്പോ കേൾക്കേണ്ടതേ കേട്ടുള്ളൂ. എല്ലാം കേട്ടിട്ട് നന്നാകാനോ വിചാരിച്ച് ചിലപ്പോ പിന്നെ വിളിക്കാൻ തെച്ചത് പണ്ടായി പോകും. മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. അതുകൊണ്ട് പഠിച്ചോനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു പഴുതും നമ്മുടെ മുമ്പിൽ ഇല്ല കേട്ടോ. അല്ലാഹു നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തത് ഉണ്ടാക്കി ഛർദിക്കൽ. ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടല്ല. അത് ഉണ്ടാക്കിയിട്ട് ഛർദിച്ചാൽ നീളത്തിൽ ഛർദിച്ചാലൊക്കെ നോമ്പ് പറയും. ഉണ്ടാക്കി ഛർദിക്കലാണ്. എങ്ങനെ ഉണ്ടാക്കി ഛർദിക്കല്? അത്തായം വെയിച്ചത് ഓവറായി പോയി, സുബൈസ് കഴിച്ച് നോക്കുമ്പോ എന്തല്ലോ ഇടങ്ങേറാന്ന്, ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല.
പണ്ടൊരാള് കല്യാണത്തിന് പോയി ഒരു കട ഉണ്ട്. ചടപ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. അയാള് കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോ വിഭവ സമൃദ്ധമായ ഫുഡാണ്. ചില ആൾക്ക് അങ്ങനെയാണ്, മംഗലത്തിന്റെ പുരയിൽ എത്തിയാല് ഭക്ഷണം ആരാന്റെ ആണെങ്കിലും വയറ് അവനവന്റെ എന്നുള്ള ഓർമ്മ ഉണ്ടാവാറില്ല അല്ലേ? പണ്ടൊക്കെ ഉണ്ടാകും, ഇറച്ചിയും കോയും കൂട്ടുന്നവര് ഇറച്ചി കൂട്ടുന്നവര് ഇറച്ചിയെ കൂട്ടും, അവര് പിന്നെ ബീഫ് കൂട്ടുന്നവർ ബീഫ് കൂട്ടിയിട്ട് പോകും, കോഴി കൂട്ടുന്നവർ കോയും കൂട്ടും, മട്ടന്റെ ആൾക്കാർ മട്ടനും പോകും. ഇതൊന്നും കൂട്ടാത്തവർക്ക് മീൻ ഉണ്ടാവും, മീൻ കൂട്ടാത്തവർക്ക് പച്ചക്കറി വേറെ ഉണ്ടാവും. ഒരു ടേബിളിൽ എന്ത് വെക്കും? മട്ടനും വെക്കും, ചിക്കനും വെക്കും, ബീഫും വെക്കും, പച്ചക്കറിയും വെക്കും, മീനും വെക്കും. ഇതെല്ലാം വെച്ചാൽ ഇരിക്കുന്നവർക്ക് എല്ലാം പൊരിച്ച മീനും എടുത്ത് മട്ടനും എടുത്ത് എല്ലാം എടുത്ത് എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞോണ്ടിട്ട് ഒരറ്റ കയറ്റലാണ്. അവസാനം ഈ ഇറച്ചി കൂട്ടാത്ത ഒരുത്തം വന്നിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കുക. എന്താ നിങ്ങൾ മേലോട്ട് അങ്ങനെ ഒരു തോർത്തും കൊണ്ടുവരുമോ? എന്തിന്? കൊടുത്തിട്ട് കറിയിൽ മുങ്ങാന്, മീന്റെ കഷ്ണം ഉണ്ടോ നോക്കാന്. അതെല്ലാം മാന്യന്മാര് കൊണ്ടുപോയി പോയി. നമ്മളെ ചീറ്റ ഭണ്ഡാരങ്ങളായിപ്പോയി. അള്ളാഹു കാക്കട്ടെ. മിതാഹാരം നമുക്കറിയില്ല അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? ഇങ്ങനെ മൂക്കറ്റം തിന്നിട്ട് അവൻ എന്ത് സുബൈക്കേഷൻ എന്താണ്? ഒരുത്തൻ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോ വിഭവ സമൃദ്ധമായ ഭക്ഷണം അതെല്ലാം തിന്നിട്ട് ആകെ ഇടങ്ങേറായി വയറ് നിറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വരിക. ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല. കണ്ടാലോചിച്ച് എന്താടാ ഇത് ഇങ്ങനെ ഈ കളി കളിക്കുന്നത്? അത് മംഗലത്തിന് നല്ല ഫുഡ് ഉണ്ടായിന്, തിന്നത് കുറച്ച് ഓവറായി പോയി. അതിന് നീ പേടിക്കേണ്ട ആവശ്യമില്ല. വായിക്ക് വിരലിട്ടിട്ട് ഒന്ന് ഛർദിച്ചാ മതി. വായിലേക്ക് വിരലിട്ട് ഒന്ന് ഛർദിച്ചാൽ മതി. നീ പോയി പണിയൊക്കെ വിരലിടാനുള്ള വഴി ഉണ്ടായിരുന്നെങ്കിൽ മൈസൂർ പഴം ബാക്കി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും കൂടെ തിന്നുമായിരുന്നു. പോണായിരുന്നു. എങ്ങനെയുണ്ട്? ഈ തിന്നാൻ കൊടുത്ത കൂട്ടത്തിൽ ഒരു പഴം തിന്നാതെ വന്ന ബേജാറാണ് മൂപ്പർക്ക്. ശ്വാസം വിടാത്ത പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഓരോരുത്തരുടെ തീറ്റന്റെ അവസ്ഥ. അപ്പൊ നോമ്പുകാലത്ത് അത്താഴത്തിന് വയറ് നിറയെ തിന്നിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഓനക്ക് ഇങ്ങനെ ശ്വാസം കഴിക്കാതെ വരുമ്പോ ഓനക്ക് തോന്നിയണ്ട കുറച്ച് ഉണ്ടാക്കി ഛർദി. അങ്ങനെ ഓനങ്ങനെ ഇങ്ങനെ എടുത്തിട്ടോ വിരലിട്ടോ ഛർദിച്ചാൽ ആ ഛർദിയിലോട് കൂടെ നോമ്പും ബാത്തിലായി പോയി. അപ്പൊ ഉണ്ടാക്കി ഛർദിക്കാൻ പറ്റൂല. ഉണ്ടാക്കി ഛർദിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ ചില ആൾക്ക് നെഞ്ചിരിച്ചൽ ഉണ്ടാകും, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാകും, ദഹനേന്ദ്രിയങ്ങളുടെ തകരാറുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ നെഞ്ചിൽ ഇങ്ങനെ പുളിച്ചു തകട്ടൽ ഉണ്ടാകും. അപ്പോ ഭക്ഷണം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വന്നു. അപ്പൊ നമ്മളെ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കരുത്. സ്വാഭാവികമായും മണ്ണു പോയാൽ തുപ്പിക്കളയണം, വിഴുങ്ങരുത്. മനസ്സിലായ വിഷയം? അതുപോലെ ഗർഭിണിയായ ഒരു പെണ്ണ്, അവൾക്ക് കല്യാണം കഴിഞ്ഞു, പോസിറ്റീവാണ്, ഗർഭമുണ്ട് എന്ന് അറിഞ്ഞു. ഗർഭം ഉണ്ടാഞ്ഞാൽ പിന്നെ മെൻസസ് സ്റ്റോപ്പ് ആവും, നോമ്പ് നിർബന്ധമായി. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? നോമ്പോക്കുന്നു. നോമ്പോക്കിയിട്ട് അവളെങ്ങനെ ഛർദിക്കുന്നു. ആ ഛർദി കൊണ്ട് അവൾക്ക് ശാരീരിക ക്ഷീണമല്ലോ കുഴപ്പമില്ലെങ്കിൽ അവൾ നോമ്പ് മുറിക്കാൻ പറ്റൂല. അവൾക്ക് നോമ്പായിട്ട് അങ്ങനെ പോരാ. ഛർദിച്ചു എന്നുള്ള കാരണത്ത് നോമ്പ് മുറിയില്ല. പക്ഷെ ഛർദിച്ചാൽ നോമ്പ് മുറിയുന്നത് ഉണ്ടാക്കി ഛർദിച്ചാലാണ് നോമ്പ് മുറിയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? വിഷയം മനസ്സിലായോ? നോമ്പല്ല സ്വീകരിക്കണ്ടേ? അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നോമ്പിനെ സ്വാഗതം ചെയ്യാനുള്ള ആയുഫും ആഫിയത്തും ആരോഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മുടെ പ്രവർത്തനപരമായിട്ട് അത് ചെയ്യാൻ പാടില്ല. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, ഒരാൾക്ക് ഇങ്ങനെ എന്താ മൻ സറഅഹുൽ ഖൈഅ ഫലൈസ അലൈഹി ഖളാഉൻ. ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഛർദിൽ വന്നുപോയാൽ അവന്റെ മേൽ ഖളാ വീട്ടേണ്ടതില്ല. ഒരാൾ കരുതി കൂട്ടി മനപൂർവ്വമാണ് ഛർദിച്ചതെങ്കിൽ അവൻ നോമ്പ് ഖളാ വീട്ടട്ടെ. സദഖ റസൂലുള്ളാഹി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇനി മറന്നിട്ടാണ് ഉണ്ടാക്കി ഛർദിച്ചതെങ്കിലോ? അപ്പോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറിയാതെയോ മറന്നിട്ടോ ചെയ്താൽ ഒന്നും നോമ്പ് മുറിയില്ല. അത് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി. നാലാമത്തത് ഉള്ള് എന്ന് പറയുന്ന ഉള്ളിലേക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. ഇത് നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നിർത്താൻ പോകുന്ന സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ തുറക്കപ്പെട്ട ദ്വാരം ഏതൊക്കെ? എണ്ണിക്കോളി. മൂക്കിന്റെ ഒട്ട 2, 3 ഉണ്ടായിരിക്കെങ്കിലും ഇല്ല, 2. വായ 3, 2 ചെവി 5, മുൻദ്വാരം പിൻദ്വാരം 7 ദ്വാരങ്ങളാണ്. 7 തുളഹകളാണ് അല്ലെ? തുറക്കപ്പെട്ട ദ്വാരങ്ങളാണ് 7 എണ്ണം. ഈ തുറക്കപ്പെട്ട 7 ദ്വാരങ്ങളിലൂടെ തടിയുള്ള കനമുള്ള എന്തു വസ്തുക്കൾ അങ്ങോട്ട് പ്രവേശിച്ചാലും നോമ്പ് മുറിയും. അപ്പോ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, പറയേണ്ട ആവശ്യമില്ല. വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ അറിയാത്തതെന്താ? വായിലുള്ള ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ? മുറിയില്ല.
വായിലിങ്ങനെ ഉമിനീരിങ്ങനെ വന്നോണ്ട് അതിങ്ങനെ വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. എന്നാൽ ഒരാൾ വായിലിങ്ങനെ കുറേ സമയം ഉമിനീര് എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടി 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 വെച്ചു, എന്നിട്ട് വായ നിറയാകുമ്പോ ഒറ്റ വിഴുങ്ങല്. അത് പണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വയല് പറഞ്ഞപ്പോ ഫിഖിന്റെ ഇങ്ങനെ ഒളു എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞോലെ ഒളുവിന്റെ ബാക്കി വെള്ളം കുടിക്കല് സുന്നത്താണ്, ഒളുവിന്റെ ബാക്കി വെള്ളം കുടിക്കല് സുന്നത്താണ്. അങ്ങനെ ഒരു ഉമ്മ റമളാൻ മാസം പറഞ്ഞു, എന്റെ മോനെ മുത്തുനബി ഒളുവിന്റെ ബാക്കി വെള്ളം കുടിക്കല് സുന്നത്താക്കിയത് കൊണ്ട് ഇപ്രാവശ്യം നോമ്പ് ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോയി. എന്താ ഇതിന്റെ അർത്ഥം? ഒളു എടുത്തിട്ട് അങ്ങനെ വെള്ളം കുടിച്ചത്. അപ്പൊ ഇവിടെ ഒരു സുന്നത്തെടുക്കുമ്പോ മറ്റൊരു പറന്ന് ഇങ്ങനെ പോവാണ്. ഈ രൂപത്തിൽ മനസ്സിലാക്കി പോരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഉമിനീരിങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് സംഭരിച്ചു വെക്കരുത്. അങ്ങനെ സംഭരിച്ചു വെച്ചാലോ നോമ്പ് മുറിയും. തൊണ്ടയിൽ നിന്ന് അറിയാതെ കഫം പുറത്തേക്ക് വന്നാൽ ആ കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. ഉമിനീരോ തുപ്പുനീരോ ചുണ്ടിന്റെ പുറത്തേക്ക് എടുത്തിട്ട് രണ്ടാമത് മടക്കിയാൽ നോമ്പ് മുറിയും. ഒരാള് വായിൽ ഒരു കാര്യം പറഞ്ഞുതരാം, നോക്കേ. ഒരാള് അത്തായത്തിന് ഭക്ഷണം കഴിക്കുമ്പോ ഓൻ എന്ത് ചെയ്തു, നൂഡിൽസ് കഴിച്ചു. നൂഡിൽസ് പറയുന്ന സാധനമില്ലേ, ഇപ്പൊ അത്തായത്തിന് ഷവർമ്മ വരെ തിന്നു മനുഷ്യന്മാര്. ഇപ്പൊ എന്താ തിന്നാല് നല്ല ചിക്കനും വരട്ടിയതും 65 ജിഞ്ചറും കുഞ്ചറും തേങ്ങാമണ്ണാക്കെല്ലാം തിന്നു. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, ഒരാൾക്ക് മറ്റേ നൂഡിൽസ് തിന്നാൻ ഭയങ്കര. അങ്ങനെ നൂഡിൽസിന് നല്ലൊരു നൂലുണ്ടായിരുന്നു. ഇയാൾ ഇങ്ങനെ ഉറുക്കുമ്പോ ഈ നൂലും ഇങ്ങനെ പോയി, നൂഡിൽസിന്റെ കൂടെ നൂലും പോയി. അപ്പൊ നൂല് പോയിട്ട് തൊണ്ടക്കെത്തുമ്പോഴാണ് ഇത് നൂലാണ് എന്ന് അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, വായിലുള്ള നൂഡിൽസ് ഒക്കെ തുപ്പിക്കളഞ്ഞ് വായി കഴുകി. പക്ഷെ നൂല് കുറെ ഉള്ളിലേക്ക് പോയി, കുറെ പുറത്താണുള്ളത്. ഉടനെ സുബഹി ബാങ്ക് കൊടുക്കുകയും ചെയ്തു. നോമ്പാണ്, എന്നാൽ കുടുങ്ങിയില്ലേ ഈ നൂലിങ്ങനെ. നൂലിന്റെ കുറെ ഭാഗം വയറ്റിന്റെ ഉള്ളിൽ, കുറെ ഭാഗം പുറത്ത് ഇങ്ങനെ നിൽക്കാണ്. സുബഹി ബാങ്ക് കൊടുത്തു. അപ്പൊ ഒരു മസാല വന്നു. എന്താ മസാല? ഇത് വിഴുങ്ങണോ പുറത്തേക്ക് എടുക്കണോ? വിഴുങ്ങിയാലും നോമ്പ് മുറിഞ്ഞ്, പുറത്തേക്ക് എടുത്താലും നോമ്പ് മുറിഞ്ഞ്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇവിടെ നിസ്കാരം വലിയ വിഷയമാണ്. നമുക്ക് നോമ്പോക്കാൻ എന്ത് സൗകര്യമാണെന്ന് അറിയോ? ഇന്ന് പണ്ടത്തെ ആളുകൾക്ക് ആ സൗകര്യമില്ല. അള്ളാഹു എത്ര സൗകര്യങ്ങളാണ് നമുക്ക് തന്നത്. അള്ളാഹുവിന്റെ നിഅമത്തിന് നമ്മൾ നന്ദിബോധമുള്ള അടിമകളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ വേണം സദ്യക്ക് ഇത് പറഞ്ഞുകൊണ്ട് നിർത്താൻ. ഇന്ന് കുറച്ചൊരു കാമണിക്കൂർ നേടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു 9:15 കുഴപ്പമില്ലല്ലോ. ക്ഷമിക്കണം, ഇതൊന്ന് പറഞ്ഞ് കഴിയട്ടെ, നിർത്താം. അപ്പോ ഉള്ളിലേക്ക് ചേരാന്ന് പറഞ്ഞാൽ ഈ വായിലൂടെ പറ്റൂല, മൂക്കിലൂടെ ഒന്നും ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. അപ്പൊ ചെവിയിലേക്ക് കൈക്കോട്ടും പിക്കാസൊന്നും ഇടാൻ പറ്റൂല. ചെവി ഇങ്ങനെ കടിക്കുമ്പോ അതല്ലെങ്കിൽ തന്നെ ഇടാൻ പാടില്ല. വൈദ്യശാസ്ത്രപരമായിട്ട് ചെവിന്റെ ഉള്ളിൽ കോലിടാൻ പാടില്ല എന്നാണ്. ചെവിന്റെ ഉള്ളിൽ കുത്താൻ പാടില്ല, നോമ്പ് മുറിയും. മൂക്കിന്റെ ഉള്ളിലേക്ക് വല്ല വസ്തു കേട്ടാൻ പാടില്ല, നോമ്പ് മുറിയും. വായിലേക്ക് ഇറങ്ങാൻ പാടില്ല, നോമ്പ് മുറിയും. വായിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ നോമ്പ് മുറിയും. അതേപോലെ തന്നെ മുന്തുവാരത്തിലൂടെയും പിന്തുവാരത്തിലേക്കും പുറത്തു വന്നാൽ നോമ്പ് മുറിയില്ല. പുറത്തു വന്നാൽ നോമ്പ് മുറിയണമെങ്കിൽ ഇടങ്ങേറായി പോകും. അകത്തോട്ട് കയറിയാലാണ് നോമ്പ് മുറിയ. പക്ഷെ അകത്തോട്ട് കയറുക എന്ന് പറയുമ്പോ അതെങ്ങനെ മുൻദ്വാരത്തിനും അകത്തേട്ട് കയറുന്ന പ്രശ്നമില്ലല്ലോ. ശ്രദ്ധിക്കണം, മലമൂത്ര വിസർജനം ചെയ്ത് മനോഹരം ചെയ്യുമ്പോൾ വിരലുകൾ കയറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മറ്റൊരു മസലയും കൂടെ പറഞ്ഞത്, നോമ്പ് കാലാകുമ്പോ സോജന കുറച്ച് ടൈറ്റ് ആയിരിക്കും, ഡ്രൈ ആയിട്ടാ പോകുന്നത്. സോജന ശരിയുണ്ടാവില്ല, കാരണം ഭക്ഷണത്തിലൊക്കെ ക്രമം തെറ്റിയില്ലേ. അപ്പൊ രാവിലെ ഡ്രൈ ആയിട്ട് പോകുമ്പോൾ നമ്മൾ നല്ലോണം മുക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് പകുതി പുറത്തു പോവുകയും പകുതി മേലോട്ട് കയറുകയും ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകുന്ന. കാരണം അങ്ങനെ നല്ലോണം മുക്കിയിട്ട് അധ്വാനിച്ച് ചെയ്യണ്ട എന്നാണ് അവിടെ മസാലയുള്ളത്. ആ നിലക്ക് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ ഇവിടെ നമുക്ക് സംശയം, കണ്ണിലൂടെ മരുന്നുറ്റിച്ചാൽ വായിലേക്ക് അതിന്റെ കയ്പ് വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഇനി മരുന്നുറ്റിച്ച് നോക്കണ്ട, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കുറ്റിച്ചാൽ മതി. കണ്ണിന് മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയില്ല. അതിന്റെ രസം വായിലൂടെ വന്നാൽ തുപ്പിക്കളഞ്ഞാൽ മതി. എന്റെ കാരണം കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം അല്ല. നമ്മൾ തലയിൽ എണ്ണ തേക്കുന്ന എന്തിനാണ്? തലയിൽ എണ്ണ മുടി പൊന്തിക്കാനോ? അല്ല, ആ തലയുടെ രോമത്തിന്റെ ഉള്ളിലൂടെ എണ്ണ താഴോട്ട് ഇറങ്ങും, അല്ലേ? അപ്പോഴാണ് ആ എണ്ണയുടെ എഫക്ട് കിട്ടുന്നത്. അതുകൊണ്ട് തേക്കേണ്ട സാധനം തലയിൽ തേക്കണം. വേറെ എന്തെങ്കിലും പാക്കറ്റ് വാങ്ങിയിട്ട് വരച്ചിട്ട് കാര്യമില്ല. ക്യാൻസർ പിടിക്കും, സ്കിൻ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അള്ളാഹു കാക്കട്ടെ. അപ്പൊ എന്താണെന്നറിയോ, ഈ തലയുടെ രോമത്തിന്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ശരീരത്തെ തൈലം തേക്കുമ്പോ രോമത്തിന്റെ ഉള്ളിലൂടെ കയറിയാലൊന്നും നോമ്പെന്താവൂല, ഒരിക്കലും മുറിയില്ല. ഇനി എവിടെ ഉള്ളത്? ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളൊരു കാര്യമുണ്ട്.
സാധാരണ നമുക്ക് ഇഞ്ചക്ഷൻ, ഇപ്പോ രോഗം നല്ല സുഖമുള്ള ആൾക്ക് പെൻസിൽ എടുക്കുന്നവർക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. ഇഞ്ചക്ഷൻ രണ്ട് രൂപത്തിലുണ്ട്. മാംസത്തിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷനുമുണ്ട്, നരമ്പിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷനുമുണ്ട്. ഇവിടെ നരമ്പിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ, മരുന്ന് കയറ്റാന്, ബ്ലഡ് എടുക്കാന്, ഇതിനൊക്കെ നരമ്പിലേക്കാണ് ഇഞ്ചക്ഷൻ വെക്കാറുള്ളത്. ഈ ഷുഗറിന്റെ ഇഞ്ചക്ഷൻ നരമ്പിലേക്കല്ലേ, ഇറച്ചിക്കാ വെക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഇറച്ചിക്കല്ലേ വെക്കൽ? തുടക്കമൊക്കെ ഇറച്ചിക്കാ വെക്കൽ. അപ്പൊ ഈ നരമ്പിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷൻ ആണെങ്കിൽ പിന്നെ എന്താ, നോമ്പ് മുറിയും എന്നും. ഇനി നരമ്പിന്റെ ഉള്ളിലേക്കല്ല ഇറച്ചിയിലേക്കാണ് വെക്കുന്നതെങ്കിൽ എന്തായാലും നോമ്പ് മുറിയില്ല. പക്ഷെ നരമ്പിന്റെ ഉള്ളിലേക്കാകുമ്പോൾ മുറിയോ മുറിയില്ല എന്നുള്ള രണ്ടു പക്ഷമുണ്ട്. ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് നരമ്പിന്റെ ഉള്ളും തുറക്കപ്പെട്ട ദ്വാരത്തിന്റെ പെടുന്നത് കൊണ്ട് നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയും എന്നാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായം നരമ്പൊക്കെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതാണ്, അതിന്റെ ഉള്ളു പൊള്ളയാണെങ്കിലും ഉള്ളിലുള്ളത് കൊണ്ട് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല എന്നാണ്. ഈ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കഴിവിന്റെ പരമാവധി നോമ്പ് നോക്കിയിട്ട് ഒരു ഇഞ്ചക്ഷനും എടുക്കാതിരിക്കലാണ്. അഥവാ ഇഞ്ചക്ഷൻ എടുക്കൽ നിർബന്ധമാണെന്ന ഘട്ടം വരുമ്പോൾ എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നോമ്പ് മുറിയില്ല. മനസ്സിലായ വിഷയം ഇതാ. നോമ്പ് മുറിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. പിന്നെ പുകവലി പാടില്ല, നോ സ്മോക്കിംഗ്. പുകവലി എന്ന് പറഞ്ഞത് കനമുള്ള വസ്തു. ഈ പുക വലിക്കുമ്പോ പിന്നെ ഈ പുക തടിയുള്ളതാണ്. അത് നമ്മളെ മൂക്കിലേക്ക്, മന്നനാളത്തിലേക്ക്, മേലോട്ടും താഴോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് പുകവലി പറ്റില്ല, നോമ്പ് മുറിയും. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റോ പിന്നെ നമ്മൾ അറിയാതെ ഒരു പ്രമാണി വന്നിട്ട് നമ്മളെ മൂക്കിൽ കയറി, പ്രമാണിയല്ല, മൂക്കിലേക്ക് കയറി. അല്ലെ ചില ആളുണ്ട് വായു പൊളക്കുന്നു അല്ലേ, നമുക്കിങ്ങനെ മടിയുമ്പോ ഇപ്പൊ പൊട്ടാമാസനെ പോലെ ഒറ്റ തുറക്കല, കൈവെക്കൊന്നുമില്ല. അങ്ങനെ തുറക്കുമ്പോ ഒരു ഈച്ച വന്നിട്ട് വായിലേക്ക് കയറി, അറിയാതെ കയറിയതാണ്. അവിടെ ഒന്നും നോമ്പ് മുറിയില്ല കേട്ടോ, നോമ്പ് മുറിയില്ല. അതൊരു സംശയമാണ്, മുങ്ങിക്കുടി. അപ്പൊ ഇവിടെ ഉള്ളിലേക്ക് നമ്മുടെ പ്രവൃത്തിപരമായിട്ട് ഉള്ളിലേക്ക് ഒന്നും ചേരാൻ പാടില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ഒളു എടുക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് പറയുന്നു എന്താ കേട്ടെ, വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടണം. പക്ഷെ ഇത് നന്നായിട്ട് ചെയ്യണം. ഇല്ല അൻ തകൂന സ്വായിമൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ. സ്വദഖ റസൂലുള്ളാഹി. അപ്പൊ നോമ്പുള്ളവര് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോഴും വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴും സൂക്ഷിക്കണം. അതാ ഒരാൾ നോമ്പൊക്കെയിട്ട് വായിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ അമിതമായി ചെയ്തിട്ട് വിഴുങ്ങിപ്പോയാൽ നോമ്പ് മുറിയും. മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുമ്പോൾ നല്ലോണം അങ്ങനെയാണ്. ഒന്നെടുക്കുമ്പോ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ വലിക്കലല്ല, അച്ചാറോട് ഇങ്ങനെ തൊടലല്ല. എന്താ, കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചീറ്റണം. അതാണ് സുന്നത്ത്. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കേറ്റിട്ട് ഇടത് കയ്യിൽ ഇങ്ങനെ ചീറ്റണം. അപ്പോഴാ അതിന്റെ ആ ഒരു ഗുണം കിട്ടുള്ളൂ. പക്ഷെ നോമ്പ് കാലത്ത് അങ്ങനെ ചെയ്യണ്ട, മൂക്കിൽ വെള്ളം കയറി പോകും, നോമ്പ് മുറിയും. ഇനി നോമ്പ് നോറ്റിട്ട് നമ്മൾ മുങ്ങിക്കുളിച്ചിട്ട് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം കയറിയാലും നോമ്പ് മുറിയും. നിർബന്ധ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ, നിർബന്ധ കുളി കുളിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെവിയിലോ മൂക്കിലോ വായിലോ വെള്ളം കയറിയാൽ നോമ്പെന്താവൂല, മുറിയില്ല. നിർബന്ധ കുളി, ജുമാ കുളി പോലെയുള്ള സുന്നത്ത് കുളി, അതുപോലെ ക്ഷീണം മാറാനുള്ള കുളി, ഈ കുളിയൊക്കെ കുളിക്കുമ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ നോമ്പുകാര് മുങ്ങിക്കുളിക്കരുത്. മുങ്ങി വിളിച്ചാൽ എന്താവും, നോമ്പെന്തായാലും മുറിയാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. സൂക്ഷിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിർബന്ധ കുളി കുളിക്കുമ്പോൾ വല്ല വസ്തുവും വെള്ളം അറിയാതെ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയില്ല, അറിഞ്ഞുകൊണ്ടുപോയാൽ നോമ്പ് മുറിയും. ക്ഷീണം മാറ്റാനോ സുന്നത്തായ കുളികൾ എങ്ങനെ കുളിക്കുമ്പോഴും ആ കുളിയിൽ ഏത് നിലക്കും ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയും. എന്റെ സംശയം ഉണ്ടോ അവിടെ? അറിയാതെ ഫറള് കുളി കുളിക്കുമ്പോ അറിഞ്ഞിട്ട് ഉള്ളിലേക്ക് ചേർന്ന് എന്തായാലും നോമ്പ് മുറിയും. അത് കരുതി കൂട്ടിയിട്ടല്ലേ. ഉള്ളിലേക്ക് വെള്ളം പോയാൽ നോമ്പ് മുറിയും. അവനൊക്കെ അറിയും ചെയ്യും, അവനത് സൂക്ഷിച്ചതുമില്ല. ഓനിങ്ങനെ ഒറ്റ കുളിയാണ്, പോയെങ്കിൽ പോട്ടേൻ, എന്നാ നോമ്പ് എന്തായാലും മുറിയും. ഓന് വളരെ സൂക്ഷിച്ചിട്ടാ കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോട്ട് ചെവിന്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ഓൻ അറിയാതെയാണ്, നോമ്പ് മുറിയില്ല. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ അതുപോലെ വേറെ ഉണ്ട്, നമ്മളെ പല്ലിന്റെ ഇടയിൽ നിന്ന്
രാത്രി അത്താഴത്തിന് കഴിച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി കഷ്ണമൊക്കെ പല്ലിന്റെ ഇടയിലുണ്ടാവും. അതങ്ങനെ രാവിലെ സുബഹിസ്കരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ വല്ല വല്ല പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ വിഴുങ്ങിയ നോമ്പ് മുറിയും, തുപ്പിക്കളയണം, വിഴുങ്ങരുത്. അതുപോലെ പല്ലിന്റെ ഇടയിൽ ചോര വന്നിട്ട് ആ ചോര ഉമിനീരിൽ കലങ്ങിയിട്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ രുചി നോക്കിയാൽ, ഭക്ഷണത്തിന്റെ രുചി അത് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് രുചി നോക്കുമ്പോ അതിന്റെ രുചി അറിയാൻ മാത്രം നാവ് കൊണ്ട് തട്ടിച്ചാൽ പെട്ടെന്ന് തുപ്പിക്കളയണം, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലാത്താല് പോയിട്ട് നക്കാൻ നിൽക്കരുത്, നോമ്പ് മുറിയും. ഭാര്യ ഇങ്ങനെ നല്ല പായസം ഉണ്ടാക്കാണ് നോമ്പ് ഓർക്കാൻ. അപ്പൊ അവളിങ്ങനെ നീ നക്കല്ല ഞാനാക്കി തരാം. വേണ്ട അങ്ങളാക്കണ്ട, അങ്ങനൊന്നും നമ്മളാക്കണ്ട, നക്കാൻ ആളുടെ അവിടെ ഓളന്നല്ലേ. ഓള് നക്കിയിട്ട് മധുരം നോക്കിയിട്ട് തുപ്പിക്കളയും. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സഹായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ഏതൊക്കെ വിഷയം സഹായിക്കാണ്ട് അല്ലേ? ഈ പായസം നക്കാൻ വേണ്ടി മാത്രം പോകണം. എന്തിനാ? പാത്രമൊക്കെ കൈ കൊടുത്തോളി, അലക്കി കൊടുത്തോളി, വീടടിച്ച് വാരിക്കോളി എന്നൊക്കെ കൂലിയുള്ള കാര്യമല്ലേ? അള്ളാന്റെ ഹബീബ് ചെയ്തതല്ലേ. പിന്നെ അപ്പൊ ഇത്തരം കാര്യം സുർമ ഇടാം, കൺമഷി ഇടാം, സുർമ ഇടാം. കൺമഷി എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല കേട്ടോ. പെണ്ണുങ്ങളൊക്കെ കൺമഷി, ഹൈലൈനറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ കൃത്രിമമാണ്, അത് ഉപയോഗിക്കരുത്. അതിന് ഇസ്ലാമില് അംഗീകാരമില്ല. അംഗീകാരം ആണിനായാലും പെണ്ണിനായാലും കണ്ണിൽ സുർമ ഇടലാണ് സുന്നത്ത്. നോമ്പ് നോക്കിയിട്ട് കണ്ണിൽ സുർമ ഇട്ടാൽ നോമ്പ് മുറിയില്ല. അത്ര തേച്ചാൽ അത്ര കറാഹത്താണ്. നോമ്പുകാർക്ക് അത്ര കറാഹത്താണ്. അത്ര തേച്ചാൽ നോമ്പ് മുറിയില്ല, നോമ്പിന്റെ കൂലി കുറച്ച് കുറയും. അത് ബിരിയാണിന്റെയും മറ്റുള്ള മസാലകളുടെ മണങ്ങള് അതൊന്നും കുഴപ്പമില്ല, പോയിട്ട് മണപ്പിക്കരുത്, കറാഹത്താണ്. സ്വാഭാവികമായി മണത്തുപോയാൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നോമ്പുള്ള സമയങ്ങളിൽ നമ്മൾ വീട്ടില് ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ഭക്ഷണം പാകം അവർക്ക് പൈസ കൊടുക്കാം. മുസ്ലിമുകളൊക്കെ പണിയെടുക്കാൻ വരും, അവർക്ക് നോമ്പുണ്ടാവില്ല. അപ്പൊ നമ്മളെ വീട്ടിലെ പണിക്കാരാണെങ്കിൽ അവർക്ക് ചോറ് വെച്ച് വിളമ്പരുത്, അവർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള കഴിച്ചോളി അറിഞ്ഞിട്ട് കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ജ്യൂസ് കട, സർവത്ത് കട, ഇതൊന്നും മുസ്ലിമീങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല നോമ്പ് കാലത്ത്. അതൊക്കെ തെറ്റാണ്. മഗ്‌രിബിന് ശേഷം അത്തറ് പരട്ടാം, സുന്നത്താണ്. തറാവീന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്തൊക്കെ നല്ലതാണ്. അങ്ങനെ പരട്ടിയ അത്തറിന്റെ മണം രാവിലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ നോക്ക്, നമ്മുടെ നഗരങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഹോട്ടൽ ബിസിനസ്സിലൂടെയാണെങ്കിലും ജ്യൂസ് പാർലർ, ഐസ്ക്രീം പാർലർ ആണെങ്കിലും മുസ്ലിമീങ്ങൾ റമദാൻ മാസത്തിൽ കൂട്ടേണ്ടതാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു 5-8 കൊല്ലം, ഒരു 10 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ഹോട്ടലിൽ റമദാൻ ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ ഹോട്ടലിലെ മുതലാളിയോട് ചെന്നിരിച്ചു, നിങ്ങൾ എന്ത്, ഞാൻ ഇങ്ങനെ പതുക്കെ പറഞ്ഞത്, എന്ത് മനുഷ്യരങ്ങൾ ഈ റമദാൻ ഇങ്ങനെ ഹോട്ടൽ തുറക്കാൻ പാടില്ലല്ലോ, നിങ്ങൾ എന്തിനങ്ങനെ ചെയ്യുന്ന, അറിയാത്തോണ്ടാണ് ചെയ്യാൻ പാടില്ല, ചെയ്യരുത് പറഞ്ഞപ്പോ എന്നാ അപ്പൊ ഇതിന്റെ വാടക നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചാൽ എന്നോട്. ഒറ്റ ചോദ്യം ഇങ്ങോട്ടാണ്, നിങ്ങൾ കൊടുക്കും? നിങ്ങൾ അങ്ങനെ വയ്ക്കുന്നത്, ഇവിടെ മുനിസിപ്പാലിറ്റി ലേലം ചെയ്തിട്ട് റൂം തരുമ്പോ റമദാൻ ഒരു മാസം അവിടെ വന്നിട്ടല്ല, മാസത്തിന് പൈസ എണ്ണീറ്റ് കൊടുക്കണം. ഈ ഒരു മാസം ഞങ്ങൾ ഹോട്ടൽ പൂട്ടിയാൽ ആ വാടക ആര് കൊടുക്കും? ഉസ്താദ് തരികയാണെങ്കിൽ ഞങ്ങൾ നാളെ പൂട്ടിക്കോളാം. ഞാൻ എന്താ പറയാ, അസ്സലാമു അലൈക്കും, ഞാൻ പോയി നടന്നു. ഇതുകൊണ്ട് പ്രശ്നം തരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ വ്യാപാരികൾ ശ്രദ്ധിക്കണം. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്താ, എന്തെങ്കിലും ഒരു അനങ്ങുമ്പോ വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന കച്ചവടക്കാർക്ക് ഒരു സംഘടനയുണ്ടല്ലോ, അതേപോലെ തന്നെ ആ പ്രവർത്തിക്കുന്നവര് ഇന്നുവരെ ഈ മുനിസിപ്പാലിറ്റികളിലോ ഇത്തരം സന്ദർഭങ്ങളിലോ അവിടെയുള്ള യോഗങ്ങളിലോ ലേലം ചെയ്ത വേലകളിലോ റമദാൻ ഒരു മാസം ഞങ്ങൾക്ക് തുറക്കാൻ പാടില്ലാത്ത മാസമാണ്, ആ ഒരു മാസത്തെ വാടക ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചു തരണം എന്നിതുവരെ ഇത് സംഘടനയെ ശ്രദ്ധിച്ചത്, എന്നിട്ട് മിണ്ടിയാ മതി, പൈസ നിങ്ങൾ കൊടുക്കും. അത് അയാളോട് പറയാൻ ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ പിന്നെ വേറെന്താ ചോദിക്കാന്നറിയില്ല, ഞാൻ നേരെ പോന്നു. എല്ലാത്തിനും സംഘടനയും സമരം ഉണ്ടല്ലോ, ഇനെന്തെങ്കിലും ഒരു സമരം ചെയ്തൂടെ? അങ്ങനെ നിങ്ങൾക്ക് വേണം അല്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇവ മുത്തലാഖ് പ്രശ്നം കോളിലൊക്കെ ശ്രദ്ധിക്കാണ്. ഞാൻ ആലോചിച്ചു പോവാണ്, എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ? ഇത് ആർക്കെങ്കിലും ദോഷമുണ്ടോ? മുസ്ലിമീങ്ങളെ ചെയ്യുന്നല്ലേ, മുസ്ലിമീങ്ങൾക്കല്ലേ അത് പ്രശ്നം. എന്നാൽ ത്വലാഖിനെ പറ്റി മിനിഞ്ഞാന്ന് കോടതി ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? വളരെ മോശമായ ഏർപ്പാടാണ് തലാഖ്, മുത്തലാഖ് എന്നുള്ളത്. വളരെ അതന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ അറിയോ?
അനുവദിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഇത്രത്തോളം വെറുപ്പുള്ള കാര്യം ലോകത്ത് വേറല്ല തലാഖ് പോലെ. പിന്നെ ആരെവിടെ തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പിന്നെ എന്താണെന്നറിയാ ഓപ്ഷൻ വെച്ചത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമായി അവർ സങ്കീർണമായി മുന്നോട്ട് പോകുന്നതിനേക്കാളും മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഒറ്റ തലാഖ് അല്ലെങ്കിൽ തലാഖ്. അത്തലാഖു മർറതാനി, അത്തലാഖു മർറതാനി. അൽ ബഖറ 2 തലാഖ്, 3 ചെല്ലരുതേ. 3 ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ നിഷേധിച്ചിട്ടുണ്ട്. എന്നാ 3 ചെല്ലിയ പോവുക, അത് പോകുന്നത് പോകും. പിന്നെ അതിനെ പറ്റിയിട്ട് പാർലമെന്റ് എല്ലാം കൂടിയിട്ട് ഇത് ഭരണഘടനാ വിരുദ്ധം എന്നാ പറയും. ഈ ഭരണഘടനാ വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്? ഇത് മാത്രം അല്ല, ഇതെന്താ അത്ര വലിയ സുഷ്കാന്തി? അല്ലാഹു അലം. എന്തായാലും ഞാൻ പറയട്ടെ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയണം. അപ്പൊ റമളാനിന് ഞങ്ങൾ അടക്കൂലാന്ന് പറയുമ്പോ ഷോപ്പിന്റെ വാടകക്കാരൻ മുസ്ലിമാണെങ്കിൽ കച്ചവടക്കാരൻ മുസ്ലിമാണെങ്കിൽ രണ്ടും മുസ്ലിമല്ലേ? ഒരു മാസക്കാലം നിങ്ങൾ ഹോട്ടൽ പൂട്ടിയാൽ വാടക വേണ്ടാന്ന് പറയാനുള്ള ഈമാൻ മുസ്ലിം ബോസിനുണ്ടാകണം. റമളാനല്ല നോമ്പല ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, വാടക തരണമെന്ന് പറയരുത്. ഇനി ജനറൽ ഫോർമാറ്റുകൾ മുനിസിപ്പാലിറ്റികളിൽ ജനറൽ മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ അവിടെ സംഘടനകളിലൂടെ ആധികാരികമായി രേഖാമൂലം ആവശ്യപ്പെടാൻ കഴിയണം. അതൊക്കെ ചാൻസുകൾ നമുക്കില്ലേ? എന്തായി? പിന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി. അവർക്ക് സംശയം ഉണ്ടാവും ഉണ്ടാ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അല്ലെ കുട്ടികളോട് ചോദിപ്പിച്ചാൽ മതി, പ്രശ്നമില്ല, അത് പഠിക്കാം ചോദിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ മൂർദാബിന് കഫം വലിച്ചെടുക്കരുത്, നോമ്പ് മുറിയും. നമ്മള് കുറെ കഷ്ടപ്പെട്ട് മൂർദാബിനൊക്കെ കഫം വലിച്ചെടുക്കരുത്, ഉണ്ടാക്കി ഛർദിക്കുന്നതിൽ പെടും കഫം. അതുപോലെ ഹാ എന്ന മഖ്റജ്, ഹാന്റെ മഖ്റജ് ഹാ ഏതാവട്ടെ, ആ ഹാ തൊണ്ടയുടെ ഈ ഭാഗം അല്ലെ, ഹ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഉള്ളിൽ നിന്ന് കഫം വലിച്ചെടുത്താൽ നോമ്പ് മുറിയും. മൂർദാബിൽ നിന്ന് വലിച്ചെടുത്താൽ നോമ്പ് മുറിയും, പുറമേന് കുഴപ്പമില്ല. അതുപോലെ നോമ്പ് സഹിയാകാനുള്ള കാര്യങ്ങളൊന്ന് നീയത്താണ്, 2 സംയോഗത്തെ തൊട്ട് മാറി നിൽക്കലാണ്, 3ാമത്തത് ഉണ്ടാക്കി ഛർദിക്കലാണ്, 4ാമത്തത് ഉള്ള് എന്ന് പറയുന്ന ദ്വാരങ്ങളിലൂടെ വല്ലതും പ്രവേശിക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം 5ാമതായി ഇസ്ലാം അല്ലെങ്കിൽ നോമ്പ് സഹിയല്ല. 6ാമത്തത് ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയാവേണ്ടതാണ്. ആർത്തവകാരികൾക്ക് നോമ്പ് നിർബന്ധമില്ല, പ്രസവരക്തം പുറപ്പെടുന്നവർക്ക് നോമ്പ് നിർബന്ധമില്ല. ആ ഘട്ടത്തിലെ നോമ്പ് ഹറാമാണ്. പക്ഷേ ആ നോമ്പ് ഖളാ വീട്ടണം. എന്നാൽ ആ പെണ്ണുങ്ങൾക്ക് നിസ്കാരവും ഹറാമാണ്. പക്ഷേ ആ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. നിസ്കാരം ടൈം ടു ടൈം ആണ്. ടൈം കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഉള്ളത് 2 വിഭാഗത്തിന് മാത്രമാണ്. ഒന്ന് ഉറങ്ങിപ്പോയവന്, 2ാമത്തത് മറന്നവന്. അവൻ നിസ്കാരം ആ 7 ദിവസം പെണ്ണ് ആർത്തവ ടൈമിന് നിസ്കാരമില്ല, ഹറാമാണ്. ആ നിസ്കാരം ഖളാ വിട്ടേണ്ടതുമില്ല. പക്ഷെ നോമ്പ് അങ്ങനെയല്ല, ഖളാ വിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നോമ്പ് ഖളാ വിട്ടാം. ആ സമയത്ത് നോമ്പ് ഹറാമാണ്. എന്നാൽ ഒരു പെണ്ണ് ആർത്തവ സമയത്ത് നോമ്പ് നോക്കിയില്ലെങ്കിൽ പകൽ സമയത്ത് തിന്നാനും കുടിക്കാനും പാടുണ്ടോ? അതൊരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നീയത്ത് വെക്കാൻ മറന്നത് മൂലം, രാജ്യം മാറി വരുന്നത് മൂലം, വല്ല കാരണങ്ങൾ നോമ്പ് മുറിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത്, നോമ്പുകാരെ പോലെ വൈകുന്നേരം വരെ നിൽക്കണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷേ ആർത്തവമുള്ള പെണ്ണുങ്ങൾ, നിഫാസുള്ള പെണ്ണുങ്ങൾക്ക് ഇത് ബാധകമല്ല. കാരണം അവരിൽ നിന്ന് ശരീരത്തിൽ നിന്ന് രക്തം പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷീണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കണം. കഴിക്കുമ്പോ പരസ്യമായിട്ട് കഴിക്കരുത്. നോമ്പ് അവസാനത്തെ 10 ഷോപ്പിങ്ങിന് പോവാണ് പെണ്ണുങ്ങൾ. ഷോപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ഏതെങ്കിലും കടയിൽ ഇറങ്ങിയിട്ട് കുട്ടിയൊക്കെ ഇങ്ങനെ സോഡ കൊടുക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നു. ആരോ ചോദിച്ചു, നിങ്ങളുടെ ഇങ്ങനെ നോമ്പിന് സോഡ കുടിക്കുന്നേ? എനിക്ക് നോമ്പ് നോക്കാനാ ആബാ എന്നിട്ട് കുടിക്കുന്നേ. ആബാ എന്താ പരിപാടി? അപ്പൊ പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞ, പരസ്യമായിട്ട് കുടിക്കരുത്, വീട്ടുകാരെ കാണും. അപ്പൊ നിങ്ങൾ എനിക്ക് നോമ്പ് നോക്കാനാവാ, ഞാൻ മനസ്സത്തെ ടൈമാണ്, അത് ഇങ്ങനെ നോമ്പുള്ള ആളെ മുമ്പിലോട്ട് ഇങ്ങനെ തിന്നാൽ ഓർക്ക് ഇടങ്ങേറാവും. അതുകൊണ്ട് ആരും കാണാതെ രഹസ്യമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോളി. ബിരിയാണിയാ പോത്തിറച്ചിയാ എന്താ വേണ്ടി തിന്നോളി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ആരോഗ്യത്തിന്റെ പ്രശ്നമായിട്ട് അല്ല തന്നെ ഇളവാണ്. പിന്നെന്തിനാ ഞങ്ങൾ ഒഴിവാക്കുന്നത്? പിന്നെ ഹൈലുൻ നിഫാസിനെ കുറിച്ച്
ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. ഇവിടെ വലിയൊരു വിഷയം കേട്ടോ. 222-ാമത്തെ വചനം 2-ാം അധ്യായം. ഇവിടെ വലിയൊരു വിഷയമുണ്ട്. പെണ്ണുങ്ങൾ ആർത്തവ സമയത്ത് പണ്ട് കാലത്ത് ഹൈലുൻ നിഫാസ് ഉള്ള പെണ്ണുങ്ങളെ പുറത്താക്കുന്ന നിയമം ഉണ്ടായിരുന്നു. വീട്ടിന്റെ അകത്ത് വരെ കയറ്റിയിട്ടില്ല. ആ വിഷയം കൂടെ പറയാൻ എനിക്ക് ടൈമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആർത്തവ സമയത്ത് നിങ്ങൾക്ക് അല്ലാഹ് തന്ന ആനുകൂല്യമാണ്. ആ ആനുകൂല്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്തെണ്ടതില്ല, നോമ്പ് നോക്കേണ്ട ആവശ്യം ഇല്ല. അതേപോലെ പകൽ മുഴുവനും ബുദ്ധി ഉണ്ടാവുകയും വേണം. പകലേതെങ്കിലും ഒരാൾ നോമ്പോക്കിട്ട് ഉച്ച സമയത്ത് ബോധം കെട്ടുപോയാൽ, ബുദ്ധി നീങ്ങിപ്പോയാൽ നോമ്പ് മുറിയും. അപ്പൊ രാവിലെ സുബ്ഹി മുതൽ മഗ്രിബ് വരെ പൂർണ്ണമായ ബുദ്ധി സ്ഥിരത ഉണ്ടാവുകയും വേണം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് നോമ്പിന്റെ മഹത്വം ഇന്നലെ പറഞ്ഞു. ആ റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നോമ്പ് കൊണ്ട് അല്ലാഹു ലക്ഷ്യം വെക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളായി തീരുക എന്നതാണ്. ആ നോമ്പ് സ്വീകാര്യയോഗ്യമാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്, ആർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന വിഷയമാണ് പറഞ്ഞത്. ഇനി വലിയൊരു ഭാഗം ഇവിടെ ബാക്കിയുണ്ട്. എന്താണെന്നറിയോ? ഹാലാത്തുൽ ഇഫ്താരി ഫി റമളാൻ. ഖുർആനിൽ പറഞ്ഞ വഇൻ കാന മിൻകും മരീളൻ, 7 വിധത്തിലുള്ള രോഗികൾക്കാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്. വഇൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, 7 രൂപത്തിലുള്ള യാത്രയാണ്. വഅലല്ലദീന യുതീഖുനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഏത് രൂപത്തിലുള്ള പ്രായമാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്? രോഗി എന്ന് പറയുമ്പോൾ പല രൂപങ്ങൾ അവിടെ വിശദീകരിക്കാറുണ്ട്. സാധാരണ ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, നോമ്പ് നോക്കിയാൽ രോഗം കൂടുതലാകും, മരിച്ചു പോകും, അവയവങ്ങൾ കേടുവരും എന്ന് പേടിയുള്ള ആള് നോമ്പ് നോക്കാൻ പാടില്ല, ഹറാമാണ്. ഒറ്റ വാക്ക് കേട്ടോളൂ. ഒരാൾക്ക് ഭയങ്കര രോഗമാണ്, നോമ്പ് നോക്കിയാൽ അയാൾ മരിക്കുകയോ അവയവം നശിപ്പിക്കുകയോ രോഗം കൂടുകയോ ചെയ്യൂ. അയാളോട് നീതിമാനായ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ എന്ത് പറഞ്ഞറിയോ? കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ നോമ്പ് നോക്കിയിട്ടില്ല, ഇനി ഡോക്ടർ അല്ല, ഡോക്ടർ അപ്പന്റെ അപ്പം വന്നാലും അള്ള തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞാൻ നോമ്പ് ഒഴിവാക്കൂല എന്ന് പറഞ്ഞു. എന്തൊരു ഇഖ്ലാസാണ്. എന്നിട്ട് അയാൾ അത്തായം കഴിച്ചിട്ട് നോമ്പ് നോക്കി. ആ നോമ്പോടുകാരനായി മരിച്ചാൽ അയാൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കുറ്റക്കാരനാണ്. കണ്ട, ഇസ്ലാം ആരും ദ്രോഹിക്കുന്നില്ല. അതാണ് ഞാൻ ഇന്നലെ ഒരാഴ്ചയിൽ പറഞ്ഞത്. അല്ലാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഒരാളെയും കഷ്ടപ്പെടുത്താൻ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശമില്ല. അദ്ദീനു യുസ്റുൻ, ദീന് വളരെ എളുപ്പമാണ്, കഷ്ടപ്പാടല്ല. പിന്നെന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത്? അങ്ങനെയുള്ള രോഗികൾക്ക് മാത്രമേ. പിന്നെ ഒരു രോഗമുണ്ട്, എങ്ങനെ അറിയാം? അയാൾക്ക് രോഗം വരും പോവും, രോഗം വരുമ്പോ പ്രയാസം. അങ്ങനെയുള്ള ആളുകൾ നോമ്പ് നോക്കാതിരിക്കൽ ജായിസാണ്. പക്ഷെ അത്തായത്തിന്റെ സമയത്തോട് ഈ പ്രശ്നമില്ല, നല്ല കുഴപ്പമുണ്ട്. അപ്പൊ അത്തായം കഴിച്ച് നീയത്ത് വെച്ച് തുടങ്ങിക്കോളൂ, ഇനി പകല് രോഗം വന്നാൽ ഒഴിവാക്കിക്കോളൂ. ഇങ്ങനെയുണ്ട്. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ വയസ്സന്മാരും അങ്ങനെ തന്നെ. വയസ്സായ ആൾക്ക് നോമ്പ് നോക്കാൻ ആഫിയത്ത് നഷ്ടപ്പെട്ടാൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. മരിച്ചു പോകുമെന്നുള്ള പേടിയുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിച്ചാൽ അതിനൊക്കെ പകരം 800 മില്ലിഗ്രാം മുദ്ദു കൊടുത്താൽ മതി. ഖളാ വീട്ടേണ്ട വിഷയങ്ങൾ കുറെ പറയാനുണ്ട്. ഗർഭിണിക്ക് നോമ്പ് ഉപേക്ഷിക്കാം, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അവിടെയൊക്കെ നോമ്പ് ഉപേക്ഷിച്ചാൽ പിന്നെ സ്വന്തം ശരീരത്തിന്റെ കാരണത്താലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ എന്ത് വേണം? ഖളാ വീട്ടിയാൽ മാത്രം മതി. കുട്ടിയുടെ കാര്യത്തിലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഖളാ വീട്ടുകയും പ്രായശ്ചിത്തമായി 800 മില്ലി അരി കൊടുക്കുകയും വേണം. ഉമ്മാന്റെയും കുഞ്ഞിന്റെയും പ്രശ്നമാണെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാനിൽ ക്ലാസുകൾ ഉണ്ടാകും, ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നു, കമ്മിറ്റിക്കാരൊക്കെ സജീവമായി സ്ത്രീകൾക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും റമളാനിന് വെക്കണം. എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് ഒരിക്കലും തീരൂല. അല്ലാഹ് എത്ര സൗകര്യങ്ങളാ, ആളുണ്ടോ ഇല്ലേ എന്നുള്ള നോക്കണ്ട. ഇതൊക്കെ വന്ന് കേൾക്കാൻ ഇരുന്നിട്ട് പഠിക്കാൻ അതൊരു ഭാഗ്യം അല്ലാഹ് വേറെ തന്നെ തരണം. സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു അർഹമായ അല്ല് എന്നാ പറയാ. പൈസ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാനുള്ളൊരു തൗഫീഖ് വേറെ വേണം, അല്ലേ? അതിനെ ഹല്ല് എന്ന് പറയാം. എല്ലാത്തിനും ഒരു ഹല്ലുണ്ട്. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് കേട്ട് ഇരിക്കാനുള്ള ഒരു ഹല്ല് ഭാഗ്യം, അത് ചില്ലറ ഭാഗ്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഇരുത്തം നാളെ പാഴാകൂല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ നല്ലൊരു തോട്ടത്തിലായിരുന്നു, ഒരു കുഴപ്പമില്ല. റമളാനിലാകുമ്പോ എന്താണ്, ഒരു ചവിട്ടടിക്ക് ഒരു കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. ഒരിക്കലും ഈ വയല് രാവിലെ 10 വയലുകളൊക്കെ ഇന്ന് ചില ഉദ്ദേശങ്ങളൊക്കെ മാറി പിരിവിന്റെ വയലായി മാറിപ്പോയി. പല
പല ലക്ഷ്യങ്ങളും ട്രെൻഡുകളൊക്കെ മാറിപ്പോയി. ജനങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇത്തരം നല്ല സദസ്സുകൾ, ക്ലാസ്സുകൾ വെക്കണം. അതാണ് നിലനിൽക്കുന്നത്. അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, അത് നിലനിർത്തണം. നമുക്ക് അല്ലാഹു വലിയ സൗകര്യങ്ങളല്ലേ ചെയ്തത്. ആ സൗകര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അവഗണിച്ചു പോകരുത്. അത് നമുക്ക് ബോധം വേണം. നോക്കൂ, ഒരൊറ്റൊരു കാര്യം ഞാൻ പറയട്ടെ അവസാനമായി. മഹാന്മാരായ സ്വഹാബികൾ പണ്ട് കാലത്ത് അത്തായം കഴിച്ചിട്ട് അത്തായത്തിന്റെ സമയം കഴിഞ്ഞോ, സുബഹി ബാങ്ക് കൊടുത്തോ എന്ന് അറിയണമെങ്കിൽ എന്താ പരിപാടി എന്നറിയോ? എന്താ പരിപാടി? കറുത്ത നൂലും വെളുത്ത നൂലും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. കറുത്ത നൂലും വെളുത്ത നൂലും. ആ കറുത്ത നൂലും വെളുത്ത നൂലും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത്തായം നിർത്തി, സുബഹിന്റെ സമയമായി. എത്ര കഷ്ടപ്പാട്! അത്തായവും കഴിക്കണം, കറുപ്പും വെളുപ്പും നൂലും കൊണ്ടുപോയിട്ട് പുറത്ത് കാണിക്കണം. അതാണ് ഹത്താ يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? നിങ്ങൾ നോമ്പ് നോക്കണേ, നിങ്ങൾ നോമ്പ് ആരംഭിക്കേണ്ടത് എപ്പോഴാ? ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ. ആ ഫജ്റിന്റെ സമയത്ത് വെളുപ്പും കറുപ്പും നൂല് വ്യക്തമായി മനസ്സിലാകുന്ന ടൈം നിങ്ങൾ സൂക്ഷിച്ചോളൂ. അതാണ് പണ്ടത്തെ സൗകര്യം. ഇന്നോ എത്ര മൊബൈല്, ടാബ് സൗകര്യം, ബാങ്ക്, സുബ്ഹാനല്ലാഹ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് തന്ന അല്ലാഹനെ മറക്കരുത്. നന്ദി ബോധമുള്ള അടിമകളായി അല്ലാഹു നമ്മളെ മാറ്റുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.